ഇതൊന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറായ ഒരാളാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിനിമകളാണ് ഈ A24 അതിനെ എടുക്കുക. ബ്രേക്കിംഗ് ബാഡ് ഫാൻസുകാർ വന്നിട്ട് നിങ്ങൾ അതിൻ്റെ അത്രയ്ക്കൊക്കെ ആയിൻട്രാന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് റിവ്യൂ ബോംബിങ് ചെയ്ത് അതിനെ 9.67 ഇപ്പോൾ അതും 9.5 എത്തി നിൽക്കുന്നത്. ജോൺ വിക്ക് സ്റ്റൈൽ പറഞ്ഞാൽ ഒരു വെടിവയ്ക്കും, പിന്നെ വെടിവയ്ക്കും, പിന്നെ ഇങ്ങനെ വെടിക്കും, പിന്നെ ഇങ്ങനെ വെടിക്കും. ഒരുത്തനെ തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ആക്ടറിന് അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആർക്കുണ്ടല്ലോ, ടു ഗുഡ്. ഇത് ഭയങ്കര അണ്ടർ റൈറ്റ് ആയിട്ടുള്ള സീരീസാണ്. നമ്മുടെ ജോൺ സ്നോ ഒക്കെ ഉണ്ട്. ജോൺ സ്നോ ഒക്കെ ഇതിൽ വേറെ ലെവലാണ്. ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ വാർണർ ബോസിനെ ഇവർക്ക് കൊടുക്കാൻ തന്നെ കാരണം. പെൻഗ്വിനായി, കുരങ്ങനായി, ഇനി വേറെ എന്തെങ്കിലും ഒരു പട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി വരും. സ്പെയിൻ്റെ ഫ്ലാഗ് എടുത്ത് ഒരു പാർട്ടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തുടങ്ങിയ കഷ്ടകാലം. മര്യാദയ്ക്ക് ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ ജനനായകൻ്റെ അഡ്രസ്സ് ഇല്ല. കുറേ കാലത്തിന് ശേഷം ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. കുറേ സിനിമകളും സീരീസുകളും ന്യൂസുകളാണെങ്കിലും ഒരു ലോഡ് ന്യൂസുകൾ. ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് തീർക്കും ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ന് ആലോചിച്ച് ഇരുന്ന് പോയ ഒരാഴ്ചയായിരുന്നു. അത്രയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഓരോ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഉള്ള സമയത്ത് മാത്രമാണ് ഇത്രയും കാര്യം സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ കുറേ കാലമായി ഇങ്ങനെ ഒരു ആഴ്ച കിട്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ന്യൂസിന് വേണ്ടി ഉണ്ടാക്കി പറഞ്ഞാലോ എന്ന് വരെ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചില ആഴ്ചകളുണ്ട്, അതൊന്നും സംഭവിക്കുന്നില്ല. നത്തിങ് ഇസ് ഹാപ്പനിങ്. സോ ഒന്നും പറയാനുമില്ല. ബട്ട് ഈ ആഴ്ച എങ്ങനെയല്ല, വെറൈറ്റി കുറേ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് റിവ്യൂസിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സിനിമകൾ തിയേറ്ററിലും, ഇഷ്ടംപോലെയല്ല, ഒരു സിനിമ തിയേറ്ററിലും, ബാക്കി കുറേ സംഭവം നമ്മുടെ സീരീസുകളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട്. കുറേ എണ്ണം അവസാനിച്ച ഒരാഴ്ച കൂടെയായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഞാൻ കണ്ടത് മസ്തിഷ്ക മരണം, കൃഷാന്തിൻ്റെ സിനിമ. ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയിട്ടാണ് കണ്ടത്. സോ അത് നോക്കാനുണ്ട്. പിന്നെ നമ്മുടെ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം അവസാനിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അവസാനിച്ചത്. അത് അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ അവസാനിച്ചു. HBO ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് റണ്ണിങ് ആണ്, അതും അവസാനിച്ചിട്ടുണ്ട്. കിട്ടില്ല സംഭവമാണ്. പിന്നെ ഒരു പ്രിയങ്ക ചോപ്രേൻ്റെയും കാല അർബൻ്റെയും മറ്റേ ഒരു ദ ബ്ലഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട് നമ്മുടെ പ്രൈം വീഡിയോയിൽ. അങ്ങനെ ഒരു സിനിമ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സോ നമുക്ക് ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ പാർട്ട്. റിവ്യൂസ് ഓഫ് ദ വീക്ക്. മസ്തിഷ്ക മരണമായിരുന്നു ഈ ആഴ്ച ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ. ഈ ആഴ്ച അത് മാത്രമേ ഇറങ്ങിയിട്ടുള്ള ഒരു മെയിൻ സിനിമ എന്നാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വാസ് വെരി ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് എ കൃഷാന്ത് മൂവി ഇൻ തിയേറ്റർ. ഈ പുള്ളിയുടെ സിനിമകൾ മറ്റേ ആവാസവ്യൂഹവും മറ്റേ പുരുഷപ്രേതവും പിന്നെ ക്രോണിക്കിൾസ് ഓഫ്, അതൊക്കെ എല്ലാം OTT ആണ്. മറ്റേ സീരീസാണ്, എല്ലാം OTT-യിലാണ്. അങ്ങനെ ഒരു തിയേറ്ററിൽ ഇറങ്ങിയായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ പണ്ട് എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഫോർ ദിസ് എക്സ്പെരിമെൻ്റൽ മൂവി. ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ മൂവി, ഈ കൃഷാന്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരിക ഈ A24 ഉണ്ട്, ഹോളിവുഡിലെ ഒരു സ്റ്റുഡിയോ ആണ് A24. അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് അവർ ഒരു പ്രത്യേക സിനിമ എടുക്കും. ഈ മിഡ്സോമാർ, ഹെറിഡിറ്ററി, ദ വിച്ച്, അങ്ങനത്തെ ഓരോ സിനിമകളുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ, അതായത് ഇതിൻ്റെ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ പൈസയെക്കുറിച്ച് വിലയുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറായ ഒരാളാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിനിമകളാണ് ഈ A24 അതിനെ എടുക്കുക. ഇറ്റ്സ് ലൈക്ക് എങ്ങനെ പറഞ്ഞുതരാം, എക്സ്പെരിമെൻ്റൽ അറ്റ് ഇറ്റ്സ് കോർ എന്ന് പറയില്ല. അതായത് ഭയങ്കരമായി നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഓരോ കാര്യം. മിഡ്സോമാർ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. മിഡ്സോമാർ എന്താ, നമ്മൾ ആദ്യം വിചാരിക്കോ നല്ലൊരു സിനിമ, പിന്നൊരു പോക്കടെ എവിടേക്കാണിത് പോകുന്നത് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനത്തെ വൈൽഡായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ മൂവീസ് മാത്രം എടുക്കുന്ന ഒരു ഹോളിവുഡ് സ്റ്റുഡിയോ ആണ് A24. നിയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും സ്റ്റുഡിയോസ് ഉണ്ട്. പക്ഷെ എന്നാലും A24 ആണ് അതിലെ ഒരു മെയിൻ ആൾക്കാർ. അവരുടെ കളർ ടോൺ ആയാലും ആ ഒരു ട്വിസ്റ്റ് വരുന്ന രീതിയായാലും എല്ലാം ഒരു A24 ഒരു സ്റ്റൈലുണ്ട്. അതവർ ഒരു യൂണിഫോമായിട്ടുള്ളൊരു അവരുടെ പ്രൊഡക്ഷൻ ആണെങ്കിൽ അവർ പിന്നീട് റൈറ്റ്സ് അക്യൂർ ചെയ്യുന്ന സിനിമയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടിമോത്തി ശാലമേൻ്റെ
എന്തായാലും സിനിമേൻ്റെ പേര് മാർട്ടി സുപ്രീമൊക്കെ അവർ അക്യൂർ ചെയ്താണ്, റൈറ്റ്സ് അക്യൂർ ചെയ്താന്ന് തോന്നുന്നു പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. ഈ A24 പ്രൊഡ്യൂസ് ചെയ്യണ ചില സിനിമകളുണ്ട്, അതിൽ ഭയങ്കര കളർ ടോണും ആ ഒരു മൊത്തം ഒരു വൈബ് തന്നെ ഇവർ സെറ്റ്, അത് എല്ലാത്തിലും അങ്ങനെ ഒരു വൈബായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടീംസ് ഉണ്ട്. അവർ എങ്ങനെയാണ് ഈ സിനിമ എടുത്തിട്ട് ഇതൊക്കെ പ്രോഫിറ്റബിൾ ആക്കുന്നത് എന്ന് പോലും അറിയില്ല. നമ്മൾ മാർട്ടി സുപ്രീമിൻ്റെ കാര്യത്തിലേ പറഞ്ഞു, ഇത്ര ഓസ്കാറിന് പോകുന്ന സിനിമ, ഓസ്കാർ ടിമോത്തിക്ക് ഓസ്കാർ കിട്ടുന്ന എല്ലാവരും പറയുന്ന സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്തത് 1 മാസം കഴിഞ്ഞിട്ട്. ആരെങ്കിലും ചെയ്യുമോ? ബാക്കിയുള്ള സ്റ്റുഡിയോ ഈ വാർണർ ബ്രോസ് ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് അല്ല, നെറ്റ്ഫ്ലിക്സ് പിന്നെ റിലീസ് ചെയ്യുന്നില്ലല്ലോ, ബാക്കിയുള്ള ഏത് യൂണിവേഴ്സലായിക്കോട്ടെ, പാരമൗണ്ട് ആരായിക്കോട്ടെ, അവരൊക്കെ ഒരു സിനിമ എടുത്ത് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. സൂപ്പർമാനും മിഷൻ ഇമ്പോസിബിളിൻ്റെ മറ്റേ ഫൈനൽ റെക്കനിങ് ഒന്നും പ്രോഫിറ്റബിൾ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അമ്മാതിരി ഒരു കഷ്ടപ്പാടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോഴാണ് ഈ A24 നിയോങ്കാരൊക്കെ വന്നിട്ട് ചെറിയ സിനിമകളായിരിക്കും, ഭയങ്കര എക്സ്പെരിമെൻ്റലായിരിക്കും, നമ്മളൊന്നും വിചാരിക്കുകയില്ല ഇതൊക്കെ എങ്ങടാ പോകണമെന്ന്. വെപ്പൺസൊക്കെ A24. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. പക്ഷെ എന്താണ്, അടിപൊളിയായിരിക്കും, കാണാനും നല്ലൊരു രസമായിരിക്കും. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഹെറിഡിറ്ററിയൊക്കെ പറയാൻ കിട്ടില്ല, ഹെറിഡിറ്ററിയൊക്കെ നമ്മൾ എത്ര ചർച്ച ചെയ്തതാണ്. അതായത് ഒരു പറയുമ്പോൾ സിമ്പിൾ സിനിമ, പക്ഷെ അതിൻ്റെ ഒരു വൈബും ആ ഒരു പ്രേതമാണ് ഇന്ന പ്രേതമല്ല, ആ ഒരു സംഭവം ഒരു നോൺ പ്രേതം ഹൊറർ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരെ ഏതാ ഹെറിഡിറ്ററി. കാരണം അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ, എനിക്ക് വേറെ ആരും അറിയില്ല, ഇപ്പോൾ നമ്മുടെ ശരി ഇന്ത്യ വേണ്ട, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇതുപോലെ ഒരു A24 പോലത്തെ ഒരു സ്റ്റുഡിയോ വരികയാണെങ്കിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ രാഹുൽ സദാശിവനല്ലേ, പുള്ളിക്കാരനും, പിന്നെ ഒന്ന് കൃഷാന്തും. അതിൽ ഫസ്റ്റ് പേര് ശരിക്കും കൃഷാന്താണ്. പുള്ളിക്ക് ശരിയായൊരു ബഡ്ജറ്റും എന്താ പിന്നെ പുള്ളിക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റും ഓക്കെ, പിന്നെ കംപ്ലീറ്റ് ഫ്രീഡവും. ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ മേക്ക് വണ്ടേഴ്സ്. എനിക്കത് പണ്ട് ആവാസവ്യൂഹം സിനിമയില്ലേ, ഈ ആവാസവ്യൂഹമൊക്കെ ഞാൻ കണ്ടിട്ട് അത് ആ കോവിഡിൻ്റെ സമയത്ത് ഇറങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തത് വാട്ട് ആം ഐ വാച്ചിങ് എന്ന് തോന്നിപ്പോകുന്ന ചില സംഭവങ്ങളില്ലേ, വല്ലാത്തൊരു സംഭവമായിരുന്നു. അത് ആ കറക്റ്റ് A24 വൈബാണ്. ആ ആവാസവ്യൂഹത്തിൽ ആ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ലൈക്ക് അവരുടെ ട്വിസ്റ്റുകൾ ഇതേപോലത്തെ ഒരു സംഭവം. നമ്മൾ എന്തപ്പം ഇത് ഇവിടെ നടക്കണ് ഇന്നത്തെ ഒരു തോന്നൽ വരില്ല, അത് തന്നെ സംഭവം. സോ അതാണ് ഈ കൃഷാന്തും നമ്മുടെ ഞാനുമായിട്ടുള്ളൊരു ആ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് വരാൻ കാരണം തന്നെ ആ ഒരു A24 വൈബ് ഉള്ളതുകൊണ്ടാണ്. A24 എല്ലാ സിനിമകളും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. സോ ഐ എം എ ഫാൻ. സോ ഓഫ് കോഴ്സ് ഐ എം എ ഫാൻ ഓഫ് കൃഷാന്ത്. ലൈക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ സിനിമകളൊന്നും ചെയ്യാൻ പ്രൊഡ്യൂസർ കിട്ടില്ല. ഒന്നാമത് പിന്നെ സ്ട്രെയിറ്റ് OTT ആയിരിക്കും. പക്ഷേ ഞാൻ പറയും ഇങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ ഇറക്കണോ? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി മസ്തിഷ്ക മരണം തിയേറ്ററിൽ ഇറക്കണം എന്ന്, തിയേറ്ററിൽ കുറേ പേര് വന്ന് കാണണമെന്ന് എല്ലാ ഡയറക്ടർമാർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് അത് അവരുടെ അവർ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് തിയേറ്ററിൽ പോസ്റ്ററൊക്കെ അടിച്ച് അത് അവർ കുറച്ച് നൊസ്റ്റാൾജിയും എലിമെൻറ്റും പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു കുറേ ഓഡിയൻസിന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് ഓക്കെയാണ്. ഈ A24 എങ്ങനെയാണ് ഈ സിനിമേനെയൊക്കെ എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആക്കണമെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. അത് അവരുടെ എന്തോ ഒരു സീക്രട്ട് പരിപാടിയാണ്. അവരാണെങ്കിൽ അമേരിക്ക മാത്രമേ ഇറക്കുള്ളൂ, അവർ പുറത്തൊന്നും ഇറക്കുക പോലും ഇല്ല. ഈ A24ൻ്റെയും ബാക്കി നിയോൻ്റെയും ഒന്നും പല സിനിമകളൊന്നും നമ്മുടെ ഇന്ത്യയൊന്നും അവർക്ക് മൈൻഡേ ഇല്ല, വേറെ സ്ഥലത്തൊന്നും ഇറക്കുന്നേ ഇല്ല. അവർ അമേരിക്ക ബോക്സ് ഓഫീസ് മാത്രമേ ഉള്ളൂ, എന്നിട്ടോ അവർ പ്രോഫിറ്റബിൾ ആണെന്നേ. അപ്പോൾ അത് എന്തോ അവരുടെ ഒരു പ്രൊഡക്ഷൻ മാജിക്കാണ്. അപ്പോൾ ഞാൻ പോയ തിയേറ്ററിൻ്റെ അവസ്ഥ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാനൊരു മാറ്റിനേക്കാണ് പോയത് 2:30. അപ്പോൾ വേറെ ഏതൊക്കെയോ വള്ളി ഓരോ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ICU അങ്ങനെ എന്തോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മസ്തിഷ്ക മരണമുണ്ട്. പിന്നെ എന്തോ ഒരു സിനിമ, നമ്മുടെ ശരത് കുമാറിൻ്റെ എന്തോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്,
പേരും എനിക്ക് ഓർമ്മയില്ല. പുള്ളി ഒരു പോസ്റ്ററിൽ എന്തോ ഒരു കപ്പലിൻ്റെയൊക്കെ ഒരു പോസ്റ്റർ പോലെ സാധനം കണ്ടു. അപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 ആൾക്കാർ ഈ ICU കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ICU ഷോ ഇടില്ല. അവർ തിയേറ്ററായിട്ട് വന്ന് പറഞ്ഞു 10 പേരില്ല, ICU ഇടുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ മസ്തിഷ്ക മരണം കണ്ടോ. അതിൽ കുറച്ചൊരു 20-25 പേരുണ്ട്. അത് ടിക്കറ്റ് എടുത്തിട്ടും കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേർക്ക് കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ. ഇത് അങ്ങനെ ഒരു വൈഡ് ഓഡിയൻസിന് പോകേണ്ട സിനിമയല്ല. അതാണ് ഫസ്റ്റ് തൊട്ടേ പറയാൻ വന്ന കാര്യം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് OTT എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതൊരു പ്രശ്നം, അല്ലെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് OTT മൂവി ആണെങ്കിൽ അയ്യേ അതെന്താ ഇങ്ങനെ, അതിനെന്തോ ഒരു കുറച്ച് കാണുന്നൊരു അതിപ്പോൾ ഇല്ല ആക്ച്വലി. പക്ഷെ എന്തോ അങ്ങനെ ഒരു സംസാരമുണ്ട് മൊത്തത്തിൽ. സ്ട്രെയിറ്റ് OTT ആണെങ്കിൽ, OTT റിലീസാണെങ്കിൽ ഇതൊക്കെ OTT സിനിമ, അങ്ങനത്തെ ഒരു വർത്തമാനം ഉണ്ട് എന്നാണ് എൻ്റെ ഒരിത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആൾ വന്നപ്പോൾ തൊട്ട് അയാൾ കൂർക്കം വലിക്കാൻ തുടങ്ങി. അയാൾ കൂർക്കം വലി എനിക്ക് ഇവിടെ കേൾക്കാം. ഞാൻ എന്തിച്ചാ, കാരണം ഫുൾ ടൈം അയാൾ ഉറക്കണം. അത് ഇയാൾ മറ്റേ ICU കാണാൻ വന്നിട്ട് ഇതിൽ കയറിയാന്നല്ല. അപ്പോൾ അതായത് ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വന്ന 1, 2, 3, 4 പേര് വന്നവരിനെയൊക്കെ ഈ തിയേറ്ററുകാർ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് വിടുകയാണ്. അപ്പോൾ അവർക്ക് ഇതെന്താ സിനിമ എന്നും അറിയില്ല, ഇതെന്ത് ജോൺറയാണെന്നും അറിയില്ല. ഈ സൈബർ പങ്ക് മറ്റേ ഫ്യൂച്ചറിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിലാണെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ കളറൊക്കെ ഉണ്ട്, പക്ഷെ എന്താ ഇവർ പറയുന്നത്, ഇതെന്താ സംഭവം എന്ന് സാധാരണ ഒരു ഓഡിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് തോന്നും. അത് അവരിനെ കുറ്റം പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി ഇത് ടൈപ്പ് മൂവിയാണ്, പ്രശാന്തിൻ്റെ മൂവിയാണ്, ഓക്കെ എക്സ്പെരിമെൻ്റലായിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് നമുക്ക് സീനാണല്ലോ എന്ന് തോന്നുക, അല്ലേ? അതിന് ബെസ്റ്റ് OTT തന്നെയാണ്. എനിക്കൊരു ആഗ്രഹമുള്ളത് ഈ ഒരു സിനിമയെങ്കിലും നെറ്റ്ഫ്ലിക്സോ അറ്റ്ലീസ്റ്റ് പ്രൈമിലെങ്കിലും ഒന്ന് അത് അവരുടെ അടുത്തൊക്കെ എപ്പോഴും പ്രശാന്ത് സിനിമ സോണി ലീവിലായിരിക്കും. അതെ, ഈ ഒരു ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി, അതും സോണി ലീവിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ പുള്ളിയുടെ എല്ലാ സാധനങ്ങളും സോണി ലീവിലായിരിക്കും. സോണി ലീവൊക്കെ ഇന്ത്യയിൽ മാത്രമുള്ള സാധനമാണ്. സോണിയുടെ രാജ്യമായിട്ടുള്ള അവിടെ പോലും ഇല്ല സോണി ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമേ ഇല്ല. സോ കുറച്ചുകൂടെ നമ്മളും ഇങ്ങനത്തെ സിനിമയൊക്കെ എടുക്കണ്ട കാണിച്ചു കൊടുക്കണമെങ്കിൽ ഈ ഒന്നെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ പ്രൈമെങ്കിലും ഒന്ന് ആയിട്ടുള്ളൊരു ഡീൽ. അത് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായേനെ. കാരണം കാണണ മലയാള സിനിമ എന്ന് പറയാൻ മറ്റേ ലോകിക്ക് ഞാൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കാണണ മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് അതുപോലെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാധനമാണ്. ഗഗനാചാരിയായിട്ട് കുറേ പേര് കമ്പയർ ചെയ്യുന്നുണ്ട്. ടു ബി ഓണസ്റ്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗഗനാചാരി ട്രൈയിങ് ടു മച്ച്. അത് എനിക്ക് എന്തോ ആ സിനിമ അത്ര ഓക്കെ അവർ ആ ചെറിയൊരു ബഡ്ജറ്റിൽ വെച്ചിട്ട് അവർ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈസ് ദാറ്റ് മൂവി വർത്ത് വാച്ചിങ്? ഐ വിൽ സേ നോ. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ഗഗനാചാരി. അവരുടെ അവരെ ട്രൈ ചെയ്ത സംഭവം ആർക്കും എന്താ പറയുക, ആരും ചിന്തിക്കാത്തതും അവരുടെ ഒരു വിഷ്വൽസൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സംഭവം. ഓക്കെ, ബട്ട് ദേ ആർ ആ മൂവി ഇത്തിരി ട്രൈങ് ടു മച്ച്. എന്തൊക്കെയോ ഇങ്ങനെ ആക്കാനും ഒരു എൻഡിങ്ങും ഇല്ല. ഇങ്ങനെ ഒരു സംഭവം എന്താ പറയുക, ഒരു എങ്ങനെ പോയ പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാണ്ട് പോയ പോലെയാണ് എനിക്കത് തോന്നിയത്. ഇതങ്ങനെയല്ല മോനെ. ഞാൻ പറയട്ടെ, ഈ രജിഷ വിജയൻ്റെ ഒരു ഐറ്റം സോങ് വന്നു. ഓക്കെ, ആ ഐറ്റം സോങ് വന്നപ്പോൾ എല്ലാവരും മറ്റേ പഴയ രജിഷ വിജയൻ്റെ ഒരു ഐറ്റം സോങ്ങിനെ വെച്ച് കളിയാക്കി. എന്നാണ് ഞാൻ ഐറ്റം സോങ് ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിലിട്ടിട്ട് പിന്നെ ഐറ്റം സോങ് കാണിച്ചിട്ട് ട്രോളാക്കി, മീമാക്കി, ഇവരെ കളിയാക്കി. കുറേ പേര് പോസ്റ്റ് ഇട്ടു. FBയിലൊക്കെ ഇപ്പോൾ പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ ആൾക്കാർ ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായം പറയാണ്. എല്ലാ കമൻസ് ലൈക്സും ഒക്കെ പൈസ കിട്ടാനാണ്.
അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായിക്കോട്ടെ. അപ്പോഴേ എനിക്ക് തോന്നി വെറുതെ ഒന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ദേ ആർ ട്രൈങ് ടു ബി ഫണ്ണി ഓർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കും ഈ പാട്ട് വരിക, അല്ലെങ്കിൽ ദർ വിൽ ബി സംതിങ് ടു ഇറ്റ് എന്ന് എനിക്ക് എന്തോ ചെറിയൊരു ഇതുണ്ടായിരുന്നു. വെറുതെ അങ്ങനെ ഉണ്ടാവില്ല. ഇഷാന്തിൻ്റെ സിനിമയിൽ അങ്ങനെ ഒരു ഐറ്റം സോങ് പോലത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. അത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതന്നെ സംഭവിച്ചത്. അതായത് ദേ ആർ ആക്ച്വലി എന്താ പറയുക, കളിയാക്കാൻ ആരിനെ ഈ ഇങ്ങനെ ഐറ്റം സോങ് കാണിക്കുമ്പോഴേക്കും കണ്ടോ ഇവൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പോൾ അവൾ ഐറ്റം സോങ് കളിച്ചില്ലേ എന്ന് പറയുന്ന ആൾക്കാരിനെ ആക്ച്വലി ഊക്കി വിടുകയാണ് സിനിമയിൽ. ലാസ്റ്റ് സിനിമയുടെ റിവ്യൂ ഒന്നും ഞാൻ വെറുതെ അത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് കണക്റ്റ് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോവാണ്. പിന്നെ ഗ്രാഫ് താഴോട്ട് പോകുന്നേയില്ല. ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു കോർട്ട് സീനുണ്ട് മോനെ. കോർട്ട് സീൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ്. കോമഡിയും അതിലൊരു മെസ്സേജ് അല്ല, അതിലൊരു സ്റ്റോറി. ഈ ഫ്യൂച്ചറിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞിട്ട് ഈ ഹ്യൂമൻ ഇമോഷൻസും മറ്റേതൊന്നും കാണിക്കാണ്ട് കുറേ ഫ്യൂച്ചറിൽ അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കണക്റ്റ് ആവില്ല. ഹ്യൂമൻ ഇമോഷൻസ് ഇപ്പോഴും ഉണ്ടാവും, ഫ്യൂച്ചറിലും ഉണ്ടാവും, പാസ്റ്റിലും ഉണ്ട്, എപ്പോഴും ഉണ്ട്. സോ അതും ഫ്യൂച്ചറായിട്ട് കണക്റ്റ് ആവണം. അപ്പോഴല്ലേ അത് നിങ്ങൾ എന്ത് ഫ്യൂച്ചർ എടുത്താലും നമുക്കൊരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. മേക്ക് ബിലീഫ് നമുക്ക് ആണെന്ന് നമുക്ക് തോന്നുന്നത് ആ ഹ്യൂമൻ ഇമോഷൻസ് ആയിട്ട് നമ്മളെല്ലാം കണക്ട് ചെയ്യുമ്പോഴാണ്. അത് ആ കോഡ് സീനിലും ആ ബാക്കിയുള്ള സംഭവത്തിലും കിട്ടുന്നുണ്ട്. ക്ലൈമാക്സ് ഒരു ക്ലീശയായി പോയെങ്കിലും, ക്ലീശയല്ല, ഞാൻ വിചാരിച്ചു ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. അതുപോലെ ആയി. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത് അറിയില്ല. ഇതങ്ങനെ ആയിരിക്കുമോ എന്ന് തോന്നി. കാരണം അങ്ങനെയാണ് പോയത്. സോ അതുപോലെ ആയിരുന്നു. പിന്നെ 2.5 മണിക്കൂറുണ്ട്, 2.20 അങ്ങനെ എന്തോ ഉണ്ട്. ഇത് ഒന്നും സ്പൂൺ ഫീഡ് ചെയ്തിരുന്നോ ഒന്നുമില്ല. പടപടപടേത് കാര്യം പറഞ്ഞു. കൊച്ചി 2046 ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് അതിങ്ങനെ ഇവരിങ്ങനെ ഇത് മെഷീൻ ഇങ്ങനെയാണ് അങ്ങനെ മറ്റേ സ്പൂൺ ഫീഡ് അത് ഇങ്ങനെ മോനെ ഇത് അതൊന്നുമില്ല, പടപടപടേന്നാണ്. പക്ഷേ ഈ 2 ഒരു 2 മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും സംതിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ, 2 മണിക്കൂറും ഒരു 10 മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പായനെ എന്ന് ചെറുതായി തോന്നി. പക്ഷേ അങ്ങനെ ഒരു ഇന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ എന്ന് തോന്നുന്നത് അങ്ങനെ ഒരു ഭാഗം പറയാനുമില്ല. അപ്പോൾ കുറച്ചിങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമായിട്ട് എനിക്കൊരു ഇതായിട്ട് തോന്നില്ല. പിന്നെ ക്ലൈമാക്സ് ഞാൻ വിചാരിച്ച പോലെ തന്നെയായി. ഞാൻ വെറുതെ വിചാരിച്ചാണ്. കുറേ മണിക്കൂറുണ്ടല്ലോ, 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു, അതുപോലെ തന്നെ ആയി. സോ അത് വേറെ കാര്യം. പിന്നെ കാസ്റ്റ് എല്ലാവരും അടിപൊളി. ഈ കൃഷാന്തിൻ്റെ യൂഷ്വൽ കാസ്റ്റ് ഉണ്ട്. ആ ക്രോണിക്കിൾസ് ഓഫ് 4.5 എല്ലാ ആൾക്കാരും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ റൈഫിൾ ക്ലബിലെ ആ ഒരു ചങ്ങായില്ലേ അതിൽ അവൻ ഉണ്ട്. പിന്നെ കരിക്കിൽ 2 ആൾക്കാരുണ്ട്, ആ ഒരു നല്ല കിടിലായിട്ട് അഭിനയിക്കുന്ന 2 ആൾക്കാരും, പേരൊന്നും അറിയില്ല. അപ്പോൾ അതിൽ ഒരാൾ ജഡ്ജൊക്കെ ആയിട്ട് വരുന്നു. പിന്നെ ഇതിൽ ഇങ്ങനെ ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ്. ദിലീപിനിട്ടൊരു ഊക്കുണ്ട്. കുറേ ഡയലോഗ്സൊക്കെ ഞാൻ മിസ് ചെയ്ത്. കാരണം ഇതിങ്ങനെ അതാണ്, ഇത് സ്പൂൺ ഫീഡിങ്ങേ ഇല്ല. അപ്പോൾ ഇങ്ങനെ പോവും. അപ്പം നമ്മളിങ്ങനെ ഇത് അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇത് ഫ്യൂച്ചറാണ്. പിന്നെ ഗഗനാചാരി ഇതുമായിട്ടുള്ള മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗഗനാചാരിയിൽ ഫുൾ ഇൻഡോർ സീനാണ്. കാരണം ബഡ്ജറ്റ് കുറവാണ്. അപ്പോൾ ഈ പുറത്തെ സീനുകൾ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കാണിക്കണമെങ്കിൽ എന്തൊക്കെ കാണിക്കണം, ബിൽഡിങ് കാണിക്കണം, ഫ്ലൈയിങ് കാറുകൾ കാണിക്കണം, മറ്റേത് മറിച്ചത് റോബോട്ട് കാണിക്കണം, അങ്ങനെ കാണിക്കണം. പക്ഷേ ഇതങ്ങനെയല്ല, അതൊരു ബ്ലെൻഡ് ഉണ്ട്. കുറേയൊക്കെ ഇൻഡോർ തന്നെയാണ്. പക്ഷേ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു നമ്മൾ വിശ്വസിച്ച് പോകുമ്പോൾ ഇത് ഫ്യൂച്ചർ തന്നെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന പോലത്തെ കുറേ കാര്യം. ഗൽഗോട്ടി എൻ്റെ പട്ടികളൊക്കെ ഉണ്ട് 2 ഗൽഗോട്ടിക്കാർ കൊടുത്താണോ എന്നറിയില്ല. സമ്മിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങോട്ടാണ് വന്നത്. അല്ല, ഇത് കഴിഞ്ഞിട്ടാണ് സമ്മിറ്റിൽ പോയത് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഒരു കിടിലായിട്ട് തോന്നിയത്, ഈ
ജനറൽ ന്യൂട്രൽ പേരുകൾ എന്നത്, അതായത് ഈ ജഡ്ജിനെ യുവർ ഓണർ, സാർ, ഈ പോലീസുകാരനെയൊക്കെ സാർ അങ്ങനെയൊക്കെ വിളിക്കില്ല, അതൊന്നും ഇല്ല ഫ്യൂച്ചറിൽ. എല്ലാവരും പേരെടുത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെ വിളിക്കുന്നത്, പിന്നെയാണോ മനസ്സിലായത് മറ്റേ ഈ ജഡ്ജിനെയും ഈ പോലീസുകാരനെയും എല്ലാവരും കണ്ടാലും പേര് വിളിക്കുക. എൻ്റെ പ്രവീണ, എന്താ ജഗദീഷാനായാലും പോലീസായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളീനെ ഇങ്ങനെ എന്താണ് പ്രവീണോ അങ്ങനെ എന്തോ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്, പുള്ളിയുടെ പേരാണ് അതിൽ ക്യാരക്ടറിനെ. അപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ കാരണം അങ്ങനത്തെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഇറ്റ്സ് ലൈക്ക് വെൽ തോട്ട്. ഇതൊക്കെ അവർ ഒരുപാട് ഇന്ന് ആലോചിച്ചിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചത്, ചെറിയ സ്ഥലത്ത് ഈ ഡബ്ബിങ് ചെറിയൊരു കുറേ, അതായത് ഇവർ വായനക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് വരുന്നില്ല, അങ്ങനെ ഒരു കുറേ 2-3 സ്ഥലത്ത് കണ്ടു. അതൊന്നും പിന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല, കാരണം കുറേ സംഭവങ്ങളാണ്. ഈ മെട്രോൻ്റെ മേലെ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡിങ് ഒക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഇത് OTTയിൽ ഇറക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ഇരുന്നിട്ട് അതിനോട് എന്താ പറയുക, അതിനൊരു അതിരത്ത് തന്നെ കുറേ പറയാനുണ്ട്, ഇതിൻ്റെ കുറേ ഹിഡൻ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം കുറേ ഉണ്ടേ, കുറേ സാധനങ്ങളുണ്ട്, മറ്റേ കുറേ ബ്രാൻഡിങ്, പിന്നെ ഈ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് വേണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം ആൾക്കാർക്ക്. അതായത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു വയസ്സായ മുത്തശ്ശിൻ്റെ ഫോട്ടോ നമ്മൾ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടാർഗറ്റഡ് ആഡ്സ് വരുമല്ലോ. ഇപ്പോൾ നമ്മൾ മിന്ത്രയ്ക്ക് ഒരു ഷൂ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഷൂവിൻ്റെ പരസ്യമായിരിക്കും. അപ്പോൾ അതുപോലെ മുത്തശ്ശി വന്നിട്ട് മകനെ ഒരു ഇൻഷുറൻസ് എടുക്കൂ എന്നൊക്കെ പറയുന്ന ആ ഒരു സീൻ. ഏത് നമ്മുടെ മരിച്ചു പോയതോ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള മുത്തശ്ശി ആ ക്യാരക്ടറിൽ ആയിട്ട് വന്നിട്ട് മകനെ ഒരു ഇൻഷുറൻസ് എടുത്തൂടെ, എൻ്റെ ഗതി നിനക്ക് വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ സീൻ ലൈക്ക് ഇല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെയാണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള. റെഡി പ്ലെയർ വണ്ണിൻ്റെ ആ ഒരു സംഭവം ഉണ്ട്. റെഡി പ്ലെയർ വൺ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്ലേഡ് റണ്ണർ ഉണ്ടല്ലോ മറ്റേതിൻ്റെ, അതുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ശരിക്കും ഇരുന്ന് ആലോചിച്ചിരുന്ന് ഉണ്ടാക്കിയ സംഭവം. നമുക്ക് മലയാള സിനിമയാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മസ്തിഷ്ക മരണം. കുറച്ചൊരു അഡൽട്ട് ഒരു പരിപാടിയുണ്ട് ഇതിന്. 16+. ഈ സെൻസർ ബോർഡിൻ്റെ കാര്യം പിന്നെ വെറുതെ പറയുന്നില്ല, ഇത് 16+ ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ കണ്ടത്. കുറേ ഇങ്ങനെ തുണ്ട് മറ്റേത് മറിച്ച് അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഒരു 40+ ഉള്ള ആൾക്കാരൊന്നും പോയി കാണാതിരിക്കായിരിക്കും നല്ലത്. ഇത് ശരിക്കൊരു പിള്ളേർക്ക് വേണ്ടി എടുത്തൊരു പടമാണ്. കുറേ റെഫറൻസൊക്കെ അവർക്കൊക്കെ ഇത് മനസ്സിലാവുള്ളൂ. സോ ഐ തിങ്ക് ദേ ആർ ദ ടാർഗറ്റ് ഓഡിയൻസ്. ദേ ഷുഡ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അത് ഇറക്കിയ സമയം ഇപ്പോൾ പരീക്ഷ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയല്ല, അത് ഇറക്കിയ സമയം ഇങ്ങനെയാണെങ്കിലും ഈ സിനിമ ഇപ്പോൾ ഭയങ്കര ഹിറ്റ് 50 കോടി അങ്ങനെയൊന്നും ആവില്ല. ഇതെനിക്ക് തോന്നുന്നു അവർ ഇങ്ങനത്തെ സിനിമകൾ ഇനി എന്താ പറയുക എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ഇത്ര ഒരു വൈഡ് റിലീസ് ഇറക്കിയതാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ വേറെ സിനിമകളൊന്നും ഇല്ല. ഇപ്പോൾ തിയേറ്ററൊക്കെ കാലിയാണ്. അതിന് തിയേറ്ററിലൊന്നും ആരുമില്ല. കാരണം എന്താ, വേറെ സിനിമകളൊന്നുമില്ല. അപ്പം അങ്ങനെ എനിക്ക് ഒരു വൈഡ് റിലീസ് തന്നാൽ പിന്നെ വൈഡ് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെയ്താന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. അതുപോലെ ഉണ്ട്. കാരണം വേറെ സിനിമകളൊന്നുമില്ല. കോമ്പറ്റീഷന് ഇപ്പോൾ ഭയങ്കര ഇതൊന്നും ഇല്ല. ഇതൊരു പക്ക OTT ആക്കി ഒരു നല്ലൊരു OTTയിൽ ഇറക്കി കഴിഞ്ഞാൽ പൊളിച്ചനെ. എനിക്കങ്ങനെ തോന്നി. ഇത് ശരിക്കും തിയേറ്ററിൽ ഇറക്കിയിട്ട് വെറുതെ അതായത് ഇങ്ങനത്തെ സിനിമകൾ ഒരു നീഷ് സിനിമകളാണ്. ഇതിങ്ങനെ വൈഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, നന്നായിരിക്കില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കറക്റ്റ് എത്തിച്ചാണ്ടല്ലോ പൊളിയായിരിക്കും. അതാണ് ഇങ്ങനത്തെ സിനിമകൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ സിനിമ എടുക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാകും, തിയേറ്റർ ഇങ്ങനെ പാക്ഡ് ആയിരിക്കണം, കുറേ പേര് വന്ന് കാണണം, അതിന് കുറേ കളക്ഷൻ ഇപ്പോൾ ഇല്ലെങ്കിലും അത് വലിയ ബോധേഡ് അല്ലെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. സോ അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറിന് കിട്ടുമ്പോൾ ദേ വോണ്ട് മിസ് ദാറ്റ് ചാൻസ്. എനിക്ക് അങ്ങനെയാണ് ഈ സിനിമ ചെയ്തതെന്നാണ് തോന്നുന്നത്. സോ ഗോ വാച്ച് ഇറ്റ് ഇഫ് യു ക്യാൻ ഇൻ തിയേറ്റേഴ്സ് ഇറ്റ്സെൽഫ്. കാരണം അതിൻ്റെ എല്ലാ അടിപൊളി ടെക്നിക്കൽ സൈഡൊന്നും പറയേ വേണ്ട, എല്ലാം കിട്ടില്ല. സൗണ്ട് മിക്സിങ് ആയിക്കോട്ടെ, കുറേ കിട്ടില്ല പാട്ടുണ്ട്. മറ്റേ ഒരു ഐറ്റം സോങ്ങിൻ്റെ പാട്ട് അതേ കുറച്ച് നൈസാണ്. അതല്ലാണ്ട് ഒരു പാട്ട് എന്താണ് ആരാധകൻ അങ്ങനെ എന്തോ ഒരു പാട്ട്, കിട്ടില്ല പാട്ട്, ഐസ് പാട്ട്,
അത് കറക്റ്റ് ആ ബ്ലെൻഡായിട്ട് ആ ഒരു തീമുമായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട്. നൈസ്. സോ ഡബിൾ തംസ് അപ്പ് ഫോർ മസ്തിഷ്ക മരണം. ഗോ വാച്ച് ഇറ്റ്. ഞാൻ അടുത്തത് നമ്മുടെ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം ആണ്. ഇടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്കിംഗ് ബാഡ് കാര്യയുടെയും പിന്നെ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം പിന്നെ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസായിട്ട് അടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒസിമാൻഡിയസിന് 9.5 എന്തോ ആയിട്ടുണ്ട്. എന്തോ ചെയ്യുക. അതിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒന്നുമില്ല, ഈ മറ്റേ നമ്മുടെ 5th എപ്പിസോഡ് ഉണ്ടല്ലോ, ഇൻ ദ നെയിം ഓഫ് ദി മദർ എന്ന് പറഞ്ഞിട്ടുള്ള 5th എപ്പിസോഡ് ഉണ്ടല്ലോ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡമിൻ്റെ. അപ്പോൾ അത് 10/10 ആയിരുന്നു ആദ്യം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസുകൾ ആദ്യം റിലീസാകുമ്പോൾ അങ്ങനെ ഹൈ റേറ്റിംഗ് കിട്ടും, പിന്നെ കുറഞ്ഞു വരും. അങ്ങനെയാണ് യൂഷ്വലി കിടിലൻ സംഭവത്തിൻ്റെയൊക്കെ. അപ്പോഴേക്കും ഈ ബ്രേക്കിംഗ് ബാഡ് ഫാൻസുകാർ വന്നിട്ട് നിങ്ങൾ അതിൻ്റെ അത്രയ്ക്കൊക്കെ ആയിൻട്രാന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് റിവ്യൂ ബോംബിങ് ചെയ്ത് അതിനെ 9.67 ഇപ്പോൾ അതും 9.5 എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായി, നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡത്തിനെ തൊട്ടപ്പോൾ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് മറ്റേ പഴയ ആൾക്കാർ 1 to 8th സീസൺ കഴിഞ്ഞ് മറ്റേ ഉറങ്ങാൻ പോയ ആൾക്കാരൊക്കെ എണീച്ച് വന്നിട്ട് ആരടാ ഞങ്ങളുടെ പിള്ളേരെ തുടരുക വന്നിട്ട് ഫുള്ള് പിന്നെ അങ്ങനെ ഇല്ലാണ്ടാക്കി. ആ ഒസിമാൻഡിയസൊക്കെ 13 കൊല്ലമായിട്ട് 10 out of 10 ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. അതിനെയൊക്കെ അങ്ങനെ ഇല്ലാണ്ടാക്കി. ഇപ്പം 9.5 ആയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക് ഗെയിം ഓഫ് ത്രോൺസുകാരുടെ പവർ. വെറുതെ പറയുന്നതല്ല, ഉള്ളതാണ് സംഭവം. ക്ഷീണം പറ്റി ഈ അവസാനത്തെ സീസണെങ്കിലും അതിൻ്റെ ഒരു ഫാൻഡം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു അന്ന്. ഓക്കെ, സോ അതാണ് ഈ വേറുള്ള ഫാൻ ഫൈറ്റിൻ്റെ സ്ഥലത്ത് നടക്കുന്നത്. സീസൺ അവസാനിച്ചു, 6 എപ്പിസോഡുള്ളൂ. ഫക്കിങ് ഹെയ്റ്റ് ഇറ്റ്. ലൈക്ക് ഒരു 3 മണിക്കൂറിൻ്റെ സംഭവം എടുത്തിട്ട് 5-6 എപ്പിസോഡാക്കിയിരിക്കുക. അരമണിക്കൂർ. ഇതൊക്കെ ഇങ്ങനെ ഒരു 10 കൊല്ലമല്ല, ഒരു 7 കൊല്ലം മുന്നേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 7 2016-15 കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ആൾക്കാർ ചിരിക്കും. കാരണം ഒരു സീസൺ എന്ന് പറയുന്നത് മിനിമം ഒരു 10-12 ഒരു സ്റ്റാൻഡേർഡ്. ആ ആൻഡോറൊക്കെ കണ്ടില്ലേ, 12 എപ്പിസോഡാണ് ഒരു സീസൺ. പക്കായിട്ട് ഇറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കണം. അല്ല വെറുതെ എപ്പിസോഡല്ല, ഒരു മര്യാദയ്ക്കുള്ള 12 എപ്പിസോഡ് അങ്ങനെ വേണം ഇറക്കാൻ. പണ്ട് ലോസ്റ്റും ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ടോ, 20 മോഡേൺ ഫാമിലിയൊക്കെ എത്ര എപ്പിസോഡാണ്, 18-20 ഒക്കെ എപ്പിസോഡാണ്. അത് ഓരോ എപ്പിസോഡ് ഓരോന്ന് വെച്ച് നോക്കും കിഡിലിനായിരിക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 6 എന്നാൽ ഓരോ മണിക്കൂറിൻ്റെ 6 പറ്റില്ല, അരമണിക്കൂറിൻ്റെ 6. വാട്ട് ദ ഫക്ക്. പക്ഷെ എന്നാലും കിഡിലനായിരുന്നു. 24 മില്യൺ ആൾക്കാർ ഓരോ എപ്പിസോഡ് വെച്ച് കണ്ടു എന്നാണ് ആവറേജ് കണക്ക്. ഇറ്റ്സ് വെരി ഹ്യൂജ് ആക്ച്വലി. ഇനി സെക്കൻഡ് സീസണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. സോൺ സോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ഇതിൻ്റെ ഈ ബിഗിനിങ് കഴിഞ്ഞിട്ട്, ഇതൊക്കെ ജോർജ് R.R. മാർട്ടിൻ്റെ കഥകളാണ്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇവർ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കഥയാണ്. അവിടെ ഒരു സ്പോയിലൊന്നും ചെയ്യുന്നില്ല, അവിടെ വെച്ചിട്ടൊരു ഫീമെയിൽ ക്യാരക്ടറൊക്കെ വരും. അപ്പോൾ അവരുമായിട്ടുള്ളൊരു സംഭവം, അതിലും ലാസ്റ്റ് ഓരോ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2027 വരും. ഇതേപോലെ വരുന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 6 എപ്പിസോഡ്സ് ആയിരിക്കും എന്നൊക്കെയാണ് വരുന്നത്. ഈ മറ്റേ HBO വാർണർ ബ്രോസുകാർ ഇപ്പോൾ പാരമൗണ്ട് ആണല്ലോ ഏറ്റെടുക്കുന്നത്. അവരിതിന് എന്ത് ചെയ്യുന്ന അറിയില്ല. ഇത് ഇറക്കില്ലേ, ഇപ്പോഴത്തൊക്കെ ഇറക്കും എന്നാണ് പറയുന്നത്. അറിയില്ല, ഇറക്കിയാൽ കാണാം. സോ എൻഡിങ് വാസ് ഓൾസോ ലൈക്ക് എൻഡിങ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല ആക്ച്വലി. അതായത് ഓരോ ആൾക്കാർ എവിടേക്കൊക്കെയാണ് പോകുന്നത്. ആ ബരാത്തേൻ്റെ ആൾ പോയത് വേറൊരു സ്ഥലത്തേക്ക്, ലൈക്ക് അവർ സ്പ്ലിറ്റായി. എഗ്ഗും ഡങ്കും കൂടെ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു സംഭവം. അതിൽ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. പിന്നെ കുറേ പേര് വിചാരിച്ചു, കുറേ പേര് എന്താ ഒന്നും സംഭവിക്കാത്തതെന്നൊക്കെ. ഇനി എന്ത് സംഭവിക്കുന്നത്, കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ യുദ്ധമാണോ? അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് കറക്റ്റ് ആ സ്റ്റോറി ലൈനിനെ ബുക്ക് ബേസ് ചെയ്തിട്ട് സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് ഒരു ഡയലോഗ് പോലും മാറ്റിയിട്ടില്ല.
അതുകൊണ്ട് തന്നെയാണ് ഇത്ര കിടില്ല. ഞാൻ അത് 2-3 തവണ ഓൾറെഡി പറഞ്ഞു. സോ സീ യു ഇൻ 2027 അടുത്ത കൊല്ലം. കാരണം അതാണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ HBO ഈ സ്റ്റോറി നൈറ്റ് ഓഫ് ദ സെവൻ കിങ് ഒരുപാട് സ്റ്റോറി ഉണ്ടല്ലോ. നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡം അപ്രൂവ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബിക്കോസ് ഓഫ് ദ ലോ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇതെടുക്കാൻ വലിയ പൈസയൊന്നും ഇല്ലല്ലോ. ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു സെറ്റ്, പിന്നെ കുറച്ച് ആൾക്കാർ, പിന്നെ ഒരു പയ്യൻ, ഒരു ഹൈറ്റുള്ള ഒരുത്തൻ, പിന്നെ ഇപ്പം പിന്നെ കുറച്ച് ആക്ഷൻ സംഭവങ്ങൾ, അതന്നെയല്ലേ ഉള്ളൂ. അല്ലാണ്ട് മറ്റേ ഡ്രാഗൺ തീ, മറ്റേ ബിൽഡിങ് പൊട്ടിത്തെറിക്കണു, ഇത് CG അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പം ഇത് അപ്രൂവ് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ലോ ബഡ്ജറ്റാണെന്നാണ് പറയുന്നത്. കാരണം എന്താ, ആ ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ അവസാനത്തെ എപ്പിസോഡ്സൊക്കെ വെട്ടിച്ചുരുക്കിയതും ആ ബാറ്റിൽ ഓഫ് ഗള്ളറ്റൊക്കെ സെക്കൻഡ് സീസണിൽ വരേണ്ടതാണ്. അതിനും എടുത്ത് മാറ്റിയതൊക്കെ HBO-കാർക്ക് ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് അപ്രൂവ് ചെയ്യാൻ കാരണം തന്നെ അതാണെന്നൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതുപോലെ ഉണ്ട്. HBO-കാരൻ്റെ കാര്യം അറിയാലോ. HBO ഉണ്ടല്ലോ, വാർണർ ബ്രോസുകാരൻ്റെ അറിയാലോ. HBO-കാർക്കൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടാവും. പിന്നെ സമ്മതിക്കണ്ടേ, ഇവർ അപ്രൂവ് ചെയ്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു സിനിമയാണ് കണ്ടത്, ദ ബ്ലഫ്. കിടിലൻ ട്രെയിലറായിരുന്നു. എനിക്ക് അത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദ ട്രെയിലർ വാസ് എന്തത്, ജോൺ വിക്കിനൊക്കെ പോലെയാണ് പ്രിയങ്ക ചോപ്ര ആൾക്കാരൊക്കെ അടിച്ച് വീഴ്ത്തുന്നത്. മറ്റേ ചോര ഇടിച്ച് മറ്റേ ചോരയൊക്കെ തെറിപ്പിക്കുന്ന അങ്ങനത്തെ ഓരോ സീനുകളായിരുന്നു ട്രെയിലറിൽ. സിനിമയിൽ വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പുതിയതായിട്ട് ഒന്നുമേ ഇല്ല. നമ്മൾ പൈററ്റ്സ് ഓഫ് കരീബിയനൊക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു ഇൻട്രോ സീനൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ പൈററ്റ്സ് ഓഫ് കരീബിയൻ്റെ ഒരു തുടക്കമൊക്കെ കാണിക്കില്ല, ഇങ്ങനെ പുതിയൊരു സ്ഥലത്ത് വന്നു, ഈ പൈററ്റ്സ് പുതിയൊരു സ്ഥലത്ത് വന്നു, സ്ഥലം പിടിച്ചെടുക്കാൻ നോക്കുന്ന ആ ഒരു സംഭവമില്ലേ, ഒരു 10-15 മിനിറ്റ് ഒരു ഇൻട്രോ ഒക്കെ ഉള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സീനുകൾ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ട്. അല്ലാണ്ട് ഇതിലിപ്പോൾ ഒന്നും പറയില്ല. കിടില കാസ്റ്റൊക്കെ ഉണ്ട്, നമ്മുടെ ബില്ലി ബുച്ചറൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല. പുള്ളി ഐസായിട്ടുണ്ട്. പുള്ളി ആ ഡയലോഗും പ്രിയങ്ക ചോപ്രയും കിടില്ല, അടിപൊളി. പ്രിയങ്ക ചോപ്ര ആക്ഷനൊക്കെ കിടിലായി ചെയ്തിട്ടുണ്ട്. അതിനാ ഒരു ജോൺ വിക്ക് സ്റ്റൈലാണ്. മറ്റേ ജോൺ വിക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ വെടി വെച്ച് കഴിഞ്ഞു മരിച്ചു. പക്ഷെ ഇതല്ല. ജോൺ വിക്ക് സ്റ്റൈൽ പറഞ്ഞാൽ ഒരു വെടി വയ്ക്കും, പിന്നെ വെടി വയ്ക്കും, പിന്നെ ഇങ്ങനെ വെടിക്കും, പിന്നെ ഇങ്ങനെ വെടിക്കും, ഒരുത്തനെ തന്നെ. അതായത് അവൻ മരിക്കണ വരെ അവനെ ഇടിച്ച് അവനെ കൊന്നിട്ടേ വരെ വരുള്ളൂ. അത് ഉറപ്പ് വരുത്തി അവനെ മറ്റേ കുഴിയിലേക്ക് എടുത്തിട്ടേ പിന്നെ അടുത്ത ആളുടെ ഇതിലേക്ക് പോവുള്ളൂ. ജോൺ വിക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈറ്റ് കഴിഞ്ഞാലും അയാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ടേ വെടിവെച്ച് അവനെ ഇല്ലാണ്ടാക്കിയിട്ടേ അടുത്ത കാര്യത്തിലേക്ക് ഇടപെടുള്ളൂ. അതാണ് ഈ ജോൺ വിക്ക് സ്റ്റൈലിൽ ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആക്ഷൻസ് ഒന്നും ഒരുപാട് കട്ട്സ് ഒന്നും ഇല്ലാണ്ട് സിംഗിൾ ടേക്ക് പോലത്തെ ആക്ഷൻസൊക്കെ ഉണ്ട്. അതും കട്ട്സൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ. അത് പ്രിയങ്ക ചോപ്ര ഇങ്ങനെ ചെയ്യും നമ്മൾ വിചാരിക്കില്ല. അവിടെയാണ് അതിൻ്റെ ഒരു സംഭവം. പ്രിയങ്ക ചോപ്ര ആക്ച്വലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റോ അങ്ങനെ എന്തോ ഒരു സിനിമയായിരുന്നു ലാസ്റ്റ് ചെയ്തത്. മറ്റേ ജോൺ സീനൻ്റെ കൂടെ ഒരു കിടിലൊരു സിനിമ ഉണ്ടായിരുന്നു. മറ്റേ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും അമേരിക്കൻ പ്രസിഡൻറ്റും കൂടെ ഉള്ള ഒരു സിനിമ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു ആ സിനിമേൻ്റെ പേര്. അതിൽ പ്രിയങ്ക ചോപ്ര കിടിലായിരുന്നു. അതിലും കുറേ ആക്ഷൻ സീൻസ് പ്രിയങ്ക ചോപ്ര നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഫുൾ ആക്ഷനിലോട്ടാണോ എന്നറിയില്ല, നൈസായിട്ടുണ്ട്. പക്ഷേ സിനിമ നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ്. എന്താ പറയുക, ഒന്നുമില്ല. ഇപ്പം കഥ വേണമെങ്കിൽ എനിക്ക് ഒരു സെൻറ്റൻസിൽ ഫുള്ള് സ്പോയിൽ ചെയ്യാം. ഒരൊറ്റ സെൻറ്റൻസിൽ സ്പോയിൽ ചെയ്യാൻ പറഞ്ഞാൽ മൊത്തം കഥ പറഞ്ഞു തരാം ഒരു സെൻറ്റൻസിൽ. അത്രേ ഉള്ളൂ. ഒരു എന്തെങ്കിലും ട്വിസ്റ്റൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു പുതുമ ഫ്രഷേ ഇല്ല. പഴയത് മാത്രമേ ഉള്ളൂ. പഴയത്തെ കഥ, ഇത് അന്ധകാലത്തെ കഥ. അതാണ് സിനിമ ദ ബ്ലഫ്. എന്നുള്ള പേര് പോലും എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഈ ബ്ലഫ് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ പറ്റിക്കാതല്ലേ?
ഇതിലാരും പറ്റിക്കണമില്ല. പൈറേറ്റ്സിൻ്റെ കഥയാണ്, കടൽ കൊള്ളക്കാർ. അപ്പം എന്താണ്, ഗോൾഡ് ഉണ്ടാവും, അതെടുക്കാൻ വരും. വേറെ എന്തെങ്കിലും ഇവരുമായിട്ടുള്ള പേഴ്സണൽ റിവെഞ്ച് പോലത്തെ സംഭവം ഉണ്ടാവും. ഇതന്നെ അല്ലേ അതിന് ഈ ബ്ലഫ് എന്ന് പേരിട്ടിരിക്കുന്നത്? മനസ്സിലായില്ല. ഓക്കെ, ഇനി അടുത്തത് ഒരു ഫിനിഷ് ചെയ്ത സീരീസ്. നമ്മളെപ്പോഴും അറിയാലോ, നമ്മുടെ പോളിസി ഒരു സീരീസ് ഫിനിഷ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയുള്ളൂ. പ്ലറിബസിന് ഒരു അബദ്ധം പറ്റിയതാണ്, പിന്നെ അന്ന് ഞാൻ നിർത്തിയതാണ്. സോ ഇൻഡസ്ട്രി. സോ എനിക്കിങ്ങനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിതേക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ, ഇഫ് യു ആർ ഹിയറിങ് ദിസ് സീരീസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഒരു ഇതിൽ പറഞ്ഞു തരികയാണെങ്കിൽ, വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലെ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിനെ പിടിച്ചിട്ട് ഒരു സീരീസ് ആക്കി എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സീരീസ്. ഫൈനാൻസ് ബ്രോസ് ഇല്ലേ, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലും വാൾ സ്ട്രീറ്റിലും മറ്റെവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ ഡീലുകൾ ചെയ്യുന്നു. അവരുടെ ലൈഫ് സ്റ്റൈല്, ലൈക്ക് അവർ ജീവിക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോട്ട് ടുമോറോ. അങ്ങനെയാണ് അവർ ജീവിക്കുക. അതിപ്പോൾ ഡ്രഗ്സ് ആയിക്കോട്ടെ, സെക്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. എന്തോ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് ഞാൻ റീസെൻറ്റ് ടൈംസിൽ കണ്ടിട്ടുള്ള ഏറ്റവും കിടിലനായിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ആക്ടറിന്, ആൾ ഇന്ത്യക്കാരനാണെന്ന് തന്നെ എൻ്റെ ഒരു അറിവ് കിട്ടാം. ആ സീരീസിൽ ഇന്ത്യക്കാരനാണ്. ഋഷി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട് മോനെ. അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആർക്കുണ്ടല്ലോ, ടു ഗുഡ്. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഇതുപോലെ ഒരു ഇന്ത്യക്കാരന് ഒരു നല്ലൊരു കിടിലൊരു ക്യാരക്ടർ ആൾക്ക് വേറെ ഏതിലാണ് കൊടുത്തിട്ടുള്ളൂ? ഇല്ല. എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. കിടിലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സീന്. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ, അതിൻ്റെ ഡീലുകൾ എങ്ങനെ ഉണ്ടാക്കുക, ഇൻസൈഡർ ട്രേഡിങ് എങ്ങനെ നടത്തുക. അതായത് ഇതിപ്പോൾ എന്താ, ഇപ്പോൾ ഒരു എന്തെങ്കിലും കാര്യം സംഭവിക്കും, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്റ്റോക്ക് വിൽക്കുകയോ വാങ്ങിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും, പൈസ പോവും, അങ്ങനത്തെ ഒരു പരിപാടി. സോ അതിനു വേണ്ടി അവർ ദേ ആർ ഗോയിങ് ടു എക്സ്ട്രീം. അതായത് എക്സ്ട്രീമിലേക്ക് പോകും. കാരണം അവർക്ക് ആ പ്രഷറാണ്. കാരണം ഈ പൈസ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും അവരുടെ എൻ്റെ ഒരു 100 രൂപ ഞാൻ വെച്ചു, അങ്ങനെയല്ലല്ലോ. ഇത് വേറുള്ള ആൾക്കാർ നമ്മളെ വിശ്വസിച്ചിട്ട് നമുക്ക് എൻ്റെ പൈസ നീ ഹാൻഡിൽ ചെയ്തോ എന്നിട്ട് തരികയാണ്. അപ്പോൾ അവരുടെ പ്രഷർ ഉണ്ടാവും. അവർ നമുക്ക് പൈസ എന്താണ് മറ്റേ കൂടാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ ഗ്രോ ചെയ്യാത്തത് കൊണ്ട് അവർ നമ്മളെ വന്ന് ചീത്ത പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ചിട്ടായിരിക്കും അത് ഇന്നത് കൂടും എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക. പക്ഷെ അത് കൂടുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രഷർ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ്, ഇങ്ങനെ ജഗപ്പൊക സീരീസാണ്. അതാണ് ഇൻഡസ്ട്രി. ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സീരീസാണ്. നമ്മുടെ ജോൺ സ്നോ ഒക്കെ ഉണ്ട് ഈ 2 സീസണായിട്ട്. ലാസ്റ്റ് സീസണിൽ 4th സീസണാണ് ഇപ്പോൾ കഴിഞ്ഞത്. 4th-ലുണ്ട് 3rd-ലുണ്ട് ജോൺ സ്നോ ഒക്കെ ഇതിൽ വേറെ ലെവലാണ്. ചഗായിയൊക്കെ സീനാണ് ഇതിൽ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഭയങ്കര അഡൽട്ട് സീരീസാണ്. ഭയങ്കര ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കാണുക. പിന്നെ നമുക്കങ്ങനെ, അതായത് വേറൊരു ലോകത്തെത്തിയ പോലെ ഉണ്ടാവും. പകുതി കുറേ കാര്യങ്ങൾ ഇവർ ഭയങ്കര ടെക്നിക്കൽ ടേംസിലാണ് സംസാരിക്കുക. അവർ ഭയങ്കര എക്സ്പേർട്സ് ആണല്ലോ ഈ ഫിനാൻസ് കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഈ പകുതി കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഇവരെന്താ പറയണത് നമ്മൾ ശ്രദ്ധിച്ചത് കണ്ടാലേ കുറേയൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഇവർ അങ്ങനത്തെ ഭയങ്കര ടെക്നിക്കൽ സംഭവങ്ങളൊക്കെയാണ് പറയാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിൽ പിന്നെ അങ്ങനെയല്ല സംസാരിക്കുക. പിന്നെ അവർ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കില്ലല്ലോ. സോ അതാണ് ആ ഒരു സംഭവം. മേക്ക് ബിലീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവർ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ വിശ്വസിച്ച് പോകും. അങ്ങനത്തെ ഒരു കൺവിൻസിങ് സംഭവമാണ്. കിടിലനാണ്. നിങ്ങൾക്ക് വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് പോലത്തെ ഈ സ്റ്റോക്ക് മാർക്കറ്റും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലൈഫും മറ്റേതൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയുക ക്രേസി ലൈഫ് ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ, ലൈഫ് സ്റ്റൈല് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോ വാച്ച് ഇറ്റ്. ഇൻഡസ്ട്രി 4 സീസൺ ഉണ്ട്. 5th സീസൺ റിന്യൂ ചെയ്തിട്ടുണ്ട്. 5th സീസണോടുകൂടി എൻഡിങ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. HBO
പുതിയ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. സോ ദീസ് ആർ ദ റിവ്യൂസ് ഫോർ ദിസ് വീക്ക്. വി ആർ മൂവിങ് ടു ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ. ലെറ്റ്സ് ഗോ. ആദ്യത്തെ ന്യൂസ് നമ്മുടെ നെറ്റ്ഫ്ലിക്സും വാർണർ ബ്രദേഴ്സും പാരമൗണ്ടും ഈ 3 ആൾക്കാരും കൂടെ വൻ അടിപിടി ബഹളമായിരുന്നു ഇത്രയും കാലം. ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ 10 അതേതോ 10ാമത്തെ എപ്പിസോഡിൽ ഏതോ ഒരു എപ്പിസോഡിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കുറേ ആയി ഇത് എപ്പോൾ തുടങ്ങിയ അറിയോ. അതായത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊരു സംഭവം പറഞ്ഞുതരാം. ഈ വാർണർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ വാർണർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വനൊരു സംഭവമാണ്. അതിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം അതിൻ്റെ അണ്ടറിലാണ്. DC കോമിക്സ് കഴിഞ്ഞ സൂപ്പർമാൻ, ബാറ്റ്മാൻ, അത് ഇത് എല്ലാം അതിൻ്റെ അണ്ടറിൽ, വാർണർ ബ്രോസിൻ്റെ അണ്ടറിൽ. പിന്നെ HBO നിങ്ങൾ കാണുന്ന എല്ലാ സീരീസുകളും HBOൻ്റെയാണ്. കിടിലൻ സീരീസുകൾ. ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ, ഇതിപ്പോൾ പറഞ്ഞ ഇൻഡസ്ട്രി. ഇപ്പം എന്താണ് വേണ്ടത്? എല്ലാം ഇപ്പോൾ ഈ HBO-ൻ്റെ ഒരു കോമ്പറ്റീറ്റർ പോലും ഇല്ല. ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഫോർ HBO എന്ന് പറഞ്ഞാൽ ആദ്യം മറ്റേ ആ ഒരു TV ഇങ്ങനെ മറ്റേ ഇതാവുന്ന സാധനമില്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു ആവറേജ് ആയിരിക്കും. മിനിമം അതിന് താഴോട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലതൊക്കെ ഉണ്ട് അത്ര ഒന്നും ഗുണമില്ലാത്തത്. പക്ഷെ അതുപോലും ഒരു തല്ലിപ്പൊളി. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ സാധനങ്ങളുണ്ടല്ലോ, മോനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവില്ല, അതാണ് ഗ്യാരണ്ടി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രോസുമായിട്ട് ഒരു ഡീല് സൈൻ ചെയ്തു. അവരുടെ ബോർഡ് മെമ്പേഴ്സൊക്കെ വോട്ട് ചെയ്തിട്ട് നമ്മൾ സക്സഷനിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു സംഭവം. അപ്പോൾ ബോർഡ് അപ്രൂവ് ചെയ്തു നെറ്റ്ഫ്ലിക്സ് ഡീല്. നെറ്റ്ഫ്ലിക്സും വാർണർ ബ്രോസും ഒക്കെ ആയിട്ടുള്ള ഒരു ഡീല് സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫുൾ ആഘോഷവും. വേറൊരു സ്ഥലത്ത് ഇനി സിനിമാ തിയേറ്ററുകളൊക്കെ പൂട്ടേണ്ടി വരുമോ? കാരണം ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ CEO പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് തിയേറ്ററുകളിലേക്ക് പൂട്ടിച്ചിട്ട് വേണം ഇനി വേറെ കാര്യമുള്ളൂ എന്ന് കുറച്ച് മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അയാൾ. വന്നിട്ട് ഈ ഇത്രയും വലിയ IP, അതായത് സൂപ്പർമാൻ, ബാറ്റ്മാൻ, അത് ഇത് എന്നുള്ള എല്ലാ സംഭവത്തെയും ഇനി അയാൾ ഏറ്റെടുക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും? HBO Max എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ കയ്യിലാണ് ഇപ്പോൾ HBO-ൻ്റെ റൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇനി അതൊക്കെ എന്ത് ചെയ്യും? ഇനി അതൊക്കെ നെറ്റ്ഫ്ലിക്സിൽ വരുമോ? ആകെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ പേര് അതിനെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും ഒരു ടീംസ് ഇതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. അതാണ് മെയിനായിട്ട് ഡൊണാൾഡ് ട്രംപും ഈ ലാരി എല്ലിസൻ്റെ മകനുണ്ട്, പുള്ളിയുടെ പേര് ഡേവിഡ് എല്ലിസൺ. ഇവർ ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IT-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം. ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ ആളാണ് ലാരി എല്ലിസൺ. ഓക്കെ, ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കാലമായിട്ട് എല്ലാ മീഡിയ കമ്പനീസും ഒറ്റയടിക്ക് മേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞ് വിശ്വസിക്കില്ല. ഇവർ ആദ്യം മേടിച്ചത് ഇവരുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് സ്കൈ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കമ്പനിയായിരുന്നു. അത് അവർ പാരമൗണ്ടിനെ മേടിച്ചു. ഇതെല്ലാം ഒരു കൊല്ലം കൊണ്ട് 2025 നടന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പാരമൗണ്ട് മേടിച്ചു. പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ CBS ന്യൂസും അങ്ങനത്തെ കുറേ ന്യൂസ് നെറ്റ്വർക്ക് ഉള്ളതും, പിന്നെ പാരമൗണ്ടിൻ്റെ തന്നെ സ്റ്റുഡിയോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കയ്യിലും കുറേ IPയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏതൊക്കെയോ ഉണ്ട്, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. പാരമൗണ്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള OTT പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലവർ ഇഷ്ടംപോലെ സിനിമയും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള സിനിമയും ഇതൊക്കെ ഇറക്കിക്കൊണ്ട് ഇരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞു ഒരു ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് മീഡിയ പോലെ ഉണ്ട്, അത് മേടിച്ചു. ടിക്ടോക്ക് മേടിച്ചു. അമേരിക്കയിൽ ഇപ്പോൾ ചൈന ടിക്ടോക്ക് അല്ല, US ടിക്ടോക്കാണ്. ഓക്കെ, അത് മേടിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ടിക്ടോക്ക് ഉണ്ട്, മറ്റേ വേറൊരു ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് മീഡിയ ഉണ്ട്, പിന്നെ പാരമൗണ്ട് ഉണ്ട്. പാരമൗണ്ടിൻ്റെ അടിയിൽ കുറേ കമ്പനീസ് ഉണ്ട്. ഈ കോമഡി സെൻട്രൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഇല്ല, അതൊക്കെ ഈ പാരമൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്ന. പിന്നെ എന്ത് ചെയ്ത് ഈ വാർണർ ബ്രോസിലാണ് ഇവരുടെ കണ്ണ്. നെറ്റ്ഫ്ലിക്സുകാർ ഇടയിൽ കൂടെ വന്നിട്ട് ഡീൽ സൈൻ ചെയ്തത്. അവർ കൊടുത്തത് നെറ്റ്ഫ്ലിക്സുകാർ ഡീൽ സൈൻ ചെയ്യുമ്പോൾ $83 ബില്യൺ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ബോർഡ് മെമ്പേഴ്സിൻ്റെ അല്ലാണ്ട് ടേക്ക് ഓവർ, ഷെയർ മൊത്തമായിട്ടുള്ള ടേക്ക് ഓവറിന് പോയി. അതെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറിന് $31 വെച്ച് തരാം, നിങ്ങളെല്ലാ ഷെയർ ഞങ്ങൾക്ക് വെക്കൂ.
അപ്പോൾ ഞങ്ങൾ മെജോറിറ്റി ഓണർഷിപ്പ് ആവും. ഇനി ബോർഡ് മെമ്പേഴ്സ് അങ്ങനെ മെജോറിറ്റി മെമ്പർഷിപ്പ് ആണെങ്കിൽ മെജോറിറ്റി സ്റ്റേക്ക് ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ ബോർഡ് മെമ്പേഴ്സിൻ്റെ അപ്രൂവലൊന്നും ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, ഇവരൊരു ടേക്ക് ഓവർ, ഹോസ്റ്റൈൽ ടേക്ക് ഓവറിന് പോയി. ഈ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ സക്സഷനിലാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതിന് പോയി, അപ്പോൾ അത് കിട്ടി. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ $31 വെച്ച് കൊടുത്തു. $111 ബില്യൺ, അതായത് നെറ്റ്ഫ്ലിക്സിനെക്കാളും ഒരു $20-30 കൂടുതൽ, $30 ബില്യൺ കൂടുതൽ. ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ CEO പറഞ്ഞു, ഈ വാർണർ ബ്രോസ് എന്നുള്ളത് ഇറ്റ്സ് നൈസ് ടു ഹാവ് ഇൻ എ ഡീസൻറ്റ് എമൗണ്ട്, നോട്ട് മസ്റ്റ് ഹാവ്. അതായത് എന്തായാലും വാർണർ ബ്രോസ് എടുത്താലേ നെറ്റ്ഫ്ലിക്സിന് നിലനിൽക്കുള്ളൂ എന്നില്ല. നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ IP ഉണ്ടല്ലോ. ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിന് തന്നെ ഒരു 10 സ്പിൻ ഓഫ് ഇറക്കും. ഇപ്പോൾ തന്നെ ഈ കൊല്ലം എന്തോ വരുന്നുണ്ട് അനിമേഷൻ്റെ എന്തോ സംഭവം. അപ്പോൾ അതാകുമ്പോൾ പിള്ളേർക്ക് വയസ്സും ആവില്ല, എന്തുവേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ഒരു സൈഡിൽ നിന്ന് അവരുടെ IP ബിൽഡ് ചെയ്ത് ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിന് അത് മതി. ഈ വാർണർ ബ്രോസിനെ കിട്ടിയിട്ട്, വാർണർ ബ്രോസ് ആക്ച്വലി ലോസ് മേക്കിംഗ് കമ്പനിയാണ്. വാർണർ ബ്രോസിൻ്റെ കയ്യിൽ കുറേ IP ഉണ്ടെന്നേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ലോസ് മേക്കിംഗ് കമ്പനി, ലോസാണ് കമ്പനി. സൂപ്പർമാന് പോലും സിനിമ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ആൾക്കാരാണ് ഈ ലാരി എല്ലിസണും ഡേവിഡ് എല്ലിസണും. ഓക്കെ, ട്രംപ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് വാർണർ ബ്രോസ് വിൽക്കുകയാണെങ്കിൽ അത് പാരമൗണ്ടിന് വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി, ട്രംപ് വിചാരിച്ച പോലെ ഇവർ ഈ പൊളിറ്റിക്കൽ പ്രഷർ കാരണം കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കഴിഞ്ഞ തേഴ്സ്ഡേ നെറ്റ്ഫ്ലിക്സിൻ്റെ CEO സെറൻഡോസ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും അപ്രൂവ് ചെയ്തു. ഈ നെറ്റ്ഫ്ലിക്സുകാർ ഈ $31 പെർ ഷെയർ എന്നുള്ളതിനെ ടോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഓഫർ കൊടുക്കാം. അവർ കൊടുത്തില്ല, ഞങ്ങൾ വിഡ്രോ ചെയ്തു, ഞങ്ങൾക്ക് മാക്സിമം ഈ 83 ഞങ്ങൾ നിൽക്കുന്നത്, ഇത്ര ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് അവർ ഒഴിഞ്ഞ പോലെയാണ്. ഇനി മാർച്ച് 20 ഇവരുടെ ബോർഡ് കൂടുന്നത്. അപ്പോൾ ഒരു വോട്ടിംഗ് നടക്കും. അപ്പോഴും മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്നിട്ട് പാരമൗണ്ട് ആയിരിക്കും. ആ സമയമാകുമ്പോഴേക്കും എല്ലാ ഷെയറും അപ്പോഴേക്കും വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവറിലൂടെ പാരമൗണ്ടുകാരും ഡൊണാൾഡ് ട്രംപും അവരുടെ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ യൂസ് ചെയ്തിട്ട് അവർ എടുത്തിരിക്കുകയാണ് വാർണർ ബ്രദേഴ്സ്. തിയേറ്ററിക്കൽ റിലീസൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും വരും. ഇതിലൊരു മെയിൻ ഒരു സംഭവം ഈ പൊളിറ്റിക്കൽ പ്രഷർ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കുറച്ച് റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്തിരി പൊളിറ്റിക്സ് എന്ന് അറിയാത്തവർക്കാണ്. CNN എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. CNN ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ലീനിങ് ആണ്. അവരെപ്പോഴും ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടും അവരെ ഈ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ മനോരമയൊക്കെ പോലെ. ഓക്കെ, അതായത് അവരെപ്പോഴും ഇങ്ങനെ ഈ മനോരമയല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ ചാനൽസിനും ഇപ്പോൾ മറ്റേ ഒരു പൊളിറ്റിക്കൽ ഇതുണ്ടല്ലോ, ഒരു ചായവുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ലെഫ്റ്റ് ലീനിങ് ആണ് CNN. അപ്പം CNN എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാർണർ ബ്രോസിലാണ് വരിക. അപ്പോൾ ഇനി ട്രംപിനെ കുറ്റം പറയുന്ന അവരുടെ മൊത്തം നെറ്റ്വർക്കേ മേടിച്ചു. അപ്പോൾ CNN ഇനി വായടച്ച് കെട്ടിവെക്കാം. CNN ഓണർ തന്നെ ട്രംപിൻ്റെ മെയിൻ ആൾക്കാരാണ്. ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ വാർണർ ബ്രോസിനെ ഇവർക്ക് കൊടുക്കാൻ തന്നെ കാരണം നമ്മളൊരു ഡീൽ സൈൻ ചെയ്തു, അത് ഇനി റെഗുലേറ്ററി കമ്മിറ്റിയിലൂടെയൊക്കെ പോകും. അതായത് ഒരു ഡീൽ സൈൻ ചെയ്താലും ഗവൺമെൻറ്റിൽ കുറേ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ ഫുൾ അത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അവിടെയാണ് ഒരു കുടുക്കിട്ടിട്ട് അവിടെ പൂട്ടി ആ സംഭവം. നെറ്റ്ഫ്ലിക്സിൻ്റെ ഡീൽ അങ്ങോട്ട് പൂട്ടി വെച്ചു. അയാളെ വൈറ്റ് ഹൗസിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിൽ എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയി, സാധനം പോയി. അപ്പോൾ അതാണ് നെറ്റ്ഫ്ലിക്സും വാർണർ ബ്രോസും പാരമൗണ്ട് ആയിട്ടുള്ള ന്യൂസ്. ഇനി പാരമൗണ്ട് വാർണർ ബ്രോസ് അല്ലെങ്കിൽ വാർണർ പാരമൗണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പേര്. ഇനി മറ്റേ ആ ഫസ്റ്റ് ഒരു ലോഗോ ഒക്കെ വരില്ലേ, അവർ അങ്ങനെ ആയിരിക്കും. ഇഷ്ടംപോലെ ഉണ്ട്, എന്തൊക്കെയുണ്ട്. ഹാരി പോട്ടറിൻ്റെ സീരീസ് വരുന്നുണ്ട്, ഹൗസ് ഓഫ് ദി ഡ്രാഗൺ വരുന്നുണ്ട്, നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം ഹിറ്റായി. പക്ഷെ എന്നാലും ലോസ് മേക്കിംഗ് കമ്പനിയാണ്, അതാണ് ആലോചിക്കണം.
നെറ്റ്ഫ്ലിക്സിൽ ലോസ് മേക്കിങ്ങിന് എല്ലാവരും നെറ്റ്ഫ്ലിക്സ് ഇപ്പം എന്തോ ഒത്തിരി പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ളതാണ്. കുറേ ഷെയറൊക്കെ കുറേ കൂടിയിട്ടുണ്ടായിരുന്ന വിലയൊക്കെ. പക്ഷേ സ്റ്റിൽ ഈ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് തന്നെ ഒരു മൊത്തത്തിൽ ഒരു ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് അല്ല. പുറമേ എന്ന് പറയുമ്പോൾ ഹോളിവുഡ് ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നുമെങ്കിലും അതിൻ്റെ മറ്റേ ബാലൻസ് ഷീറ്റും അതിൻ്റെ ഫിനാൻഷ്യൽസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഈ പുറമേ നിന്നുള്ള മറ്റേ ഷൈനിങ്ങേ ഉള്ളൂ, അത്. സോ അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം. ഇനി അടുത്തതാണ് മനുഷ്യനെ ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇത്രയും കാലം പെൻഗ്വിനായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേയുള്ള ന്യൂസുകളൊക്കെ, അതായത് വേറെ ന്യൂസുകളൊക്കെ ഭയങ്കര ഡാർക്കാണ്. എപ്സ്റ്റീൻ്റെ ഐലൻഡ്, പെഡോഫൈലായിട്ടുള്ള കുറേ ബില്യണർമാർ, പിന്നെ വേറെ എടുത്ത പൊളിറ്റിക്സ്, അടി അവനെ ചതിച്ചു, ഇവനെ ചതിച്ചു, അവനെ അറസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ അൽഗോരിതം തന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹോപ്പ് ആൾക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ കുറച്ചിലായിട്ടുള്ളൂ 2-3 ആഴ്ചയിലായിട്ടുള്ള പെൻഗ്വിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഒരു എല്ലാവർക്കും പെട്ടെന്ന് അൽഗോരിതം എല്ലാവർക്കും ഒരേ സാധനം കാണിച്ചു തന്നിരിക്കുക. അതേപോലെ കണ്ടൊരു സംഭവമാണ് പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുരങ്ങൻ്റെ, ഒരു ജപ്പനീസ് മക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡ് കുരങ്ങൻ്റെ ഒരു സ്റ്റോറി. പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇമോഷണൽ, നമുക്ക് കാണുന്നവരുടെയൊക്കെ ഇമോഷണലാക്കി ഈ ഹോപ്പ് കോർ വീഡിയോസ് ഉണ്ട്. ഇപ്പം അങ്ങനെ കാണാറില്ല. ഇത് ഇടയ്ക്കൊരു ഹോപ്പ് കോർ വീഡിയോസ് എന്നിട്ട് ഒരു സംഭവം വരുമായിരുന്നു. നല്ല രസമായി. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഈ മറ്റേ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് തോന്നില്ലേ. എനിക്കിതെന്തോ ഈ എയും അൽഗോരിതത്തിൻ്റെ കളികളാണെന്ന് തോന്നുന്നത്. കാരണം ലോകത്തുള്ള എല്ലാവർക്കും ഒരു സാധനം കാണിച്ചു കൊടുക്കുക. പെൻഗ്വിനാണെങ്കിൽ വന്നാൽ പെൻഗ്വിൻ, പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുരങ്ങൻ്റെ കഥയാണെങ്കിൽ അത്. കുരങ്ങൻ്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ടോക്കിയോയിലെ എന്താണ് ഇച്ചിക്കാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂലെ ഒരു ചെറിയൊരു കുട്ടിയാണ്. 7 മാസം എന്തായിട്ടുള്ളൂ. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു. കുരങ്ങന്മാർ അങ്ങനെ ചെയ്യും അത്ര. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂലെ ആൾക്കാർ ഇവനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഒരു കുരങ്ങൻ്റെ ഒരു ബൊമ്മ, ഐക്കിയ കമ്പനി ഉണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ചൊരു കുരങ്ങൻ്റെ ഒരു പ്ലസ് ടോയ്, ഒരു ഡോൾ പോലത്തെ കുരങ്ങിനെടുത്തിട്ട്, ഓറഞ്ച് കളർ ഡോളിനെടുത്തിട്ട് ആ കുരങ്ങിന് കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ കുട്ടി അത് വെച്ച് കളിക്കുക. കുട്ടീനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കുറേ ബുള്ളീസ് ഉണ്ട്, ഇവനെ ബുള്ളി ചെയ്യാൻ വേണ്ടി, ഇവനെ ഉപദ്രവിക്കാനൊക്കെ വരിക. കാരണം ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഈ കുരങ്ങൻ ആ ബൊമ്മനെ കെട്ടിപ്പിടിക്കാൻ നോക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ഹോപ്പ് കോറായിട്ട് ആൾക്കാർക്ക് കാണിച്ച് ആൾക്കാർക്ക് ഇമോഷണലാക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം. ഇത് നോക്കിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും കൂടി വന്നാൽ ഇത് ഇവർ വേണം വെച്ച് ചെയ്യാൻ. പെൻഗ്വിനായി, പഞ്ച് കുരങ്ങനായി, ഇനി വേറെ എന്തെങ്കിലും ഒരു പട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി വരും. നോക്കിക്കോ. അങ്ങനെ ആണെങ്കിൽ ഇത് ഇവർ വേണം വെച്ച് ചെയ്യണം. എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഐക്യൻ്റെ ജപ്പാൻ്റെ പ്രസിഡൻ്റൊക്കെ വന്നിട്ട് ആ കുരങ്ങൻ്റെ ഐക്യയിൽ പോയവർക്കറിയാം, ഈ ഐക്യയിൽ ഈ ഓരോ സാധനങ്ങൾക്കൊരു വേണ്ടാത്ത ഓരോ പേരുണ്ട്, സ്വീഡിഷ് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുരങ്ങിന് അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് പഞ്ച് കംഫർട്ട് ഒറാങ്കുട്ടാൻ, അതൊരു ഒറാങ്കുട്ടാൻ്റെ ഡോളാണ്. അപ്പോൾ ആ ഒറാങ്കുട്ടാൻ പ്ലസ് ടോയ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരൊക്കെ മാറ്റി കുറേ പേര് കാണാൻ വരിക. സൂ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയി. പഞ്ചിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. അവസാനം പഞ്ചിനോട് ഫ്രണ്ട്സൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അതും വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. ഫുൾ വൈറൽ സീന്. അതാണ് പഞ്ച് ദ മങ്കീൻ്റെ കഥ. ഭയങ്കര ഇമോഷണലാക്കിയിട്ടുള്ള കഥയാണത്. അപ്പോൾ അതാണ് ഈ ആഴ്ചത്തെ ഒരു വൈറൽ ഒരു മൊമെൻറ്റ്. ഇനി ഈ ആഴ്ചത്തെ 2 കഷ്ടകാലം പിടിച്ച 2 ആൾക്കാരുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ വിജയ് അണ്ണനും, രണ്ടാമത് ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോൺ അത്ര കഷ്ടകാലം ഇല്ല, എന്നാലും കുറച്ച് കഷ്ടകാലമുണ്ട്. വിജയ് അണ്ണൻ്റെ കഷ്ടകാലം, വിജയ് അണ്ണൻ ഒരു പാർട്ടി തുടങ്ങി, ആ സ്പെയിൻ്റെ ഫ്ലാഗിൻ്റെ ശാപമാണെന്നാണ് തോന്നുന്നത്. അതെടുത്ത് സ്പെയിൻ്റെ ഫ്ലാഗ് എടുത്ത് ഒരു പാർട്ടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ കഷ്ടകാലം. മര്യാദയ്ക്കൊരു സിനിമ റിലീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ ജനനായകൻ്റെ അഡ്രസ്സില്ല. ടോക്സിക്കിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇല്ല, അവർ ടോക്സിക് ഇറങ്ങാനായി. അപ്പോഴും ഇതിൻ്റെ അവസ്ഥ ഒരാൾക്കും അറിയില്ല. നോ ന്യൂസ്. ഇനിയിപ്പോൾ എലക്ഷൻ ആകുമ്പോഴേക്കും ഇറക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. ഞാനത് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നോക്കുമ്പോൾ ഉള്ളതാണ്. എലക്ഷൻ്റെ സമയത്ത് ഈ എലക്ഷൻ നിൽക്കുന്ന ആൾ അഭിനയിച്ച സിനിമയോ അങ്ങനെ അതൊരു പ്രൊമോഷണൽ ടാക്ടിക്സ് ആയിട്ട് എന്തോ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്.
അപ്പോൾ ഇനി എന്താ, ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ആ അവസ്ഥ ആലോചിച്ച് ഈ നാട്ടിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. കേരള സ്റ്റോറീൻ്റെ കാര്യം വിട്. കേരള സ്റ്റോറി ആക്ച്വലി ഈ ആഴ്ച റിലീസ് ചെയ്യേണ്ടതായിരുന്നു. മസ്തിഷ്ക മരണത്തിൻ്റെ കൂടെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. അതിനിപ്പോൾ എന്തോ സ്റ്റേ എന്തോ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഇറങ്ങണം എന്നാണ്. പക്ഷെ ഇവർ അങ്ങനെ ഇറക്കാൻ വിടുന്നില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യുക? എല്ലാ സിനിമയും ഇറങ്ങണമെന്നുണ്ട് എനിക്ക്, പക്ഷേ ഇവർ എല്ലാ സിനിമയും ഇറക്കുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സിനിമയൊക്കെ ഇറക്കാൻ വിട്ടിട്ട് നമ്മൾ ഇറക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സിനിമ മാത്രം ഇറക്കണം എന്ന് പറയുന്നത് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ ആശാനെ? അത് വേണ്ട. അങ്ങനെ ഇപ്പോൾ ഇറക്കണമെങ്കിൽ എല്ലാവരുടെയും ഇറക്കുക. ഗുസ്കർ പണ്ഡിറ്റ് ഇറക്കുകയാണെങ്കിൽ ഇതും ഇറക്കാം. അത് ഇറക്കില്ല. അത് യു പിയിലെ ഏതോ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി, അത് മൈനോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും അവർ അതിനടുത്ത് മാറ്റി. അപ്പോൾ നമ്മളിവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വായും വിളിച്ചിട്ടിരിക്കുക. നിങ്ങൾ എന്ത് വേണം തന്നോ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇവരുടെ ഓരോ കാണിക്കൽ കാണുമ്പോൾ, ഈ സെൻസർ ബോർഡിൻ്റെ ഏരിയ പറഞ്ഞു, സെൻസർ ബോർഡിൻ്റെ ഓരോ കാണിക്കൽ കാണുമ്പോൾ എന്താ പറയുക, അവിടെ എല്ലാം അവിടുത്തെ ആൾക്കാരിനൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാം. വാട്ട് ദ ഫക്ക്. അത് ഇപ്പോൾ ചെറിയൊന്നും സ്റ്റേ ആണ്. അതൊക്കെ ഇവർ എടുത്ത് വിടും തോന്നുന്നുണ്ട്. കാരണം ഇവർക്ക് അത്യാവശ്യം നല്ല പബ്ലിസിറ്റി ആയി ഇപ്പോൾ ഇതുകൊണ്ട്. ഇതിപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞാൽ അവരുടെ അവിടെ 100 ദിവസം ഓടും. അവിടെ നോർത്തിൽ ദുരന്തർ വരുന്ന വരെ ഓടും. ദുരന്തർ അടുത്ത മാസമല്ലേ വരുള്ളൂ. അല്ല ഈ കുറച്ച് ദിവസം ഉണ്ടല്ലോ, ഇനി 10 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അതുവരെ ഓടിക്കാനുള്ള മരുന്ന് ഈ കേരള സ്റ്റോറി കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ വിജയണ്ണൻ്റെ രണ്ടാമത്തെ കഷ്ടകാലം ഇപ്പോൾ എന്തോ ഒരു ഡൈവേഴ്സിൻ്റെ കുറേ ന്യൂസൊക്കെ വരുന്നുണ്ട്. എല്ലാവരുടെയും തന്നെ ഫുള്ള് മീമും ട്രോളും ആയിട്ട് ആകെ അണ്ണൻ്റെ ഫാൻസ്, നിങ്ങൾ വിജയ് ഫാനാണെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ് ഡേയ്സ് ഫോർ യു. ലൈക്ക് എപ്പോൾ തുടങ്ങിയാണ് ആ ജനനായകൻ്റെ റിലീസ് തൊട്ട് തുടങ്ങിയാണ് കഷ്ടകാലം. നിങ്ങൾക്ക് കഷ്ടകാലം, അണ്ണനും കഷ്ടകാലം, എല്ലാവർക്കും കഷ്ടകാലം. വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തൃശ്ശൻ്റെ കാര്യം എല്ലാവരും ഏതോ ഒരു BJP നേതാവ് എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് തൃശ്ശ മാപ്പൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് അവരെ കൂടി കേസൊക്കെ കൊടുത്തിട്ട്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. ഇത് ശരിയായ അണ്ണനായിട്ട് ലോക്കാക്കിയ പോലെ ഉണ്ട് അല്ലേ? അതായത് പാർട്ടി ആദ്യം കുറേ വേറെ ആൾക്കാർ തിക്കിലും തിരക്കിലും പോയിട്ട് അതൊരു പ്രശ്നം. അതിപ്പോൾ മെല്ലെ എല്ലാവരും ഒന്നും മറന്നു വരികയാണ്. അപ്പോഴേക്കും ഇതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ഇയാളെ എങ്ങനെയും ഇയാളൊരു സിനിമ എടുക്കാൻ വിടില്ല. എന്തൊരു ഏത് സീന്, എന്ത് ഇതാണ് കഷ്ടകാലം. പറഞ്ഞാൽ ഭാര്യ ഡൈവോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഇത് ഈ സമയത്ത് ഇത്ര കാലം പറ്റിയിട്ടില്ല. പിന്നെ എന്താണ് നോൺ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇല്ല, അതുകൊണ്ടാണ് ഡൈവോഴ്സ് ഫയൽ ചെയ്യുന്നതാണ് പറയുന്നത്. തൃശ്ശൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുക ആൾക്കാർ? വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ദീപിക പദുക്കോൻ്റെ കാര്യം. ദീപിക പദുക്കോൺ കുറേ സ്പിരിറ്റല്ലേ? ഏത് സ്പിരിറ്റിലാണോ? മറ്റേ നമ്മുടെ സന്ദീപ് വാക്കറിൻ്റെ അടികൂടിയത്. അപ്പോൾ സ്പിരിറ്റിൽ ദീപിക പദുക്കോണായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ ദീപിക പദുക്കോൺ എന്താണ് 8 മണിക്കൂറോ വർക്ക് ചെയ്യുള്ളൂ എന്നാ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ ഡിമാൻഡ്സൊക്കെ വെച്ചിട്ട് ദീപിക പദുക്കോനെ മാറ്റിയിട്ടാണ് മറ്റേ ചേച്ചിയെ കൊണ്ടുവന്നത്. ദിമിത്രി ചേച്ചിയോ അങ്ങനെ എന്തോ ആ ചേച്ചിയില്ലേ, ആ ചേച്ചിയെ കൊണ്ടുവന്നു. അപ്പോൾ അത് പോയത് പോട്ടെ, സ്പിരിറ്റൊക്കെ പോട്ടെ, അത് പിന്നെ വെറുതെ ചായ കൊടുക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും സ്പിരിറ്റിൽ, അറിയാല. പക്ഷേ ഇത് വേറെ തന്നെ സീന്. വൈറ്റ് ലോട്ടസിൻ്റെ 4th സീസൺ ഇറങ്ങുന്നുണ്ട്. ഈ വൈറ്റ് ലോട്ടസ് ആയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഓരോ സ്ഥലത്തായിരിക്കും. പിന്നെ എല്ലാ സീസണിലും ഇവർ ഒരു നോൺ ആക്ടർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരും. കഴിഞ്ഞ സീസണിൽ 3rd സീസണിൽ എനിക്കത് കൃത്യമായിട്ട് ഈ ബ്ലാക്ക് പിങ്കിലെ ലിസയാണോ എന്ന് എനിക്ക് ആ ഒരു പേര് കൃത്യമായിട്ട് അറിയില്ല. ആ ബ്ലാക്ക് പിങ്കിലെ ഒരു അവിടുത്തെ സിംഗറിനായിരുന്നു അവർ, ലിസ ആണെന്നാണ് തോന്നുന്നത്, അവരെ കൊണ്ടിട്ട് അഭിനയിപ്പിച്ചു. സോ എന്താണ് അവരെപ്പോഴും അങ്ങനെ ഒരു ആംഗിളിലാണ് നോക്കുക. ഒരു പുതിയൊരു സ്ഥലം തായ്ലൻഡിൽ വെച്ചിട്ടായിരുന്നു അത്.
അപ്പോൾ അവിടെ ഒരു ഏഷ്യൻ ഒരു വുമനായിട്ട് ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏഷ്യൻ വുമനായിട്ട് ഈ ബ്ലാക്ക് പിങ്കിലെ ആ ഒരു ബാൻഡിലെ മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവരെപ്പോഴും ഇങ്ങനെ കുറച്ച് ഈ അതായത് ഈ ഹോളിവുഡിലെ നോൺ ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് പിങ്കിൻ്റെ ഫാൻസുകാർ മുഴുവൻ അത് കാണുമല്ലോ. ഇപ്പോൾ ദീപിക പതുക്കോണെ കൊണ്ടുവന്ന ഇന്ത്യക്കാരൊക്കെ എന്താ ദീപിക പതുക്കോണെ ഹോളിവുഡിലേക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് കാണുമെന്ന് പറഞ്ഞിട്ടായിരിക്കും തോന്നുന്നു. വൈറ്റ് ലോട്ടസിൻ്റെ 4th സീസണിൽ ദീപിക പതുക്കോൺ വാസ് സപ്പോസ് ടു ആക്ട്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡീഷന് വിളിച്ചു. അപ്പോൾ ഓഡീഷൻ ചെയ്യാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് ന്യൂസ് വരുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. മേ ബി ഐ തിങ്ക് ഷീ ഈസ് സോ റിച്ച് നൗ, ഷീ ഈസ് സേയിങ് നോ ടു ഷീ ക്യാൻ സേ നോ ടു എനിവൺ. ആ ഒരു ലെവലിൽ എത്തിയത് കൊണ്ടാണോ അറിയില്ല. കാരണം ഈ വൈറ്റ് ലോട്ടസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളൊരു സംഭവമാണ്. വൈറ്റ് ലോട്ടസ് സീസണുകൾ എടുത്തു നോക്കിയാൽ ആദ്യത്തേൽ സിഡ്നി സ്വീനി ഉണ്ട്, രണ്ടാമത്തേൽ ഇറ്റലിയിൽ പോയിട്ടുള്ള സംഭവമാണ്, മൂന്നാമത്തേലാണ് തായ്ലൻഡ്, 4th പിന്നെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഓരോ സീസണും എന്താ പറയുക വലിയ സംഭവമില്ല, എന്നാൽ അത് ഭയങ്കര അത് കാണാനും അതിനെക്കുറിച്ച് റിവ്യൂ പറയാനും അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ ഭയങ്കര ഒരു കൾട്ട് ഫോളോയിങ് ഉള്ള സംഭവമാണ് വൈറ്റ് ലോട്ടസ് ആണ്. അത് HBO-ൻ്റെയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു കാസ്റ്റായിട്ട് വരിക ഒരു സംഭവം സ്പിരിറ്റിൽ വരുന്ന പോലെയല്ല, വ്യത്യാസമുണ്ട്. നമ്മൾ മാത്രമല്ല അറിയുള്ളൂ സ്പിരിറ്റിൽ വന്നാൽ, അത് അതുപോലെയല്ലല്ലോ. അപ്പോൾ അതാണ് ദീപിക പതുക്കോൻ്റെ കഷ്ടകാലം. അപ്പോൾ സ്പിരിറ്റിൽ നിന്നും പോയി ഇതൊന്നും പോയി, അതാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്ന സിനിമ ഏപ്രിൽ 23 ഇറങ്ങുന്നുണ്ട്. ഒരു ഹൈപ്പ് പോയിട്ട് നോ വൺ ഈസ് ഈവൻ ടോക്കിംഗ് അബൌട്ട്. ഇപ്പോൾ കുറച്ച് ടോക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റർ അല്ലടാ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചേസ് സീനിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ വണ്ടി ഓടിക്കുന്നു, മമ്മൂട്ടി കാറൊക്കെ തുറന്നിരുന്ന് വെടിവെക്കുന്നു, മോഹൻലാൽ മറ്റേ സൺ റൂഫൊക്കെ തുറന്ന് അവിടെ നിന്ന് വെടിവെക്കുന്നു. അപ്പോൾ സംഭവം നൈസാണ്. പക്ഷേ ഇപ്പോഴും ഈ കണ്ടിട്ട് ആൾക്കാർക്ക് എന്ത് കണ്ടാലും ആണെന്നാണ് തോന്നുന്നത്. എനിക്കൊക്കെ തോന്നിയപ്പോൾ കണ്ടപ്പോൾ തോന്നി ഫീൽസ് ലൈക്ക് പക്ഷേ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഡ്യൂപ്പൊന്നും ഇല്ലാണ്ടാണ് മമ്മൂക്ക അഭിനയിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ലുക്സ് ലൈക്ക് കാരണം ഇപ്പോൾ ഭയങ്കര അത്ര ഒറിജിനലായിട്ട് സാധനങ്ങളാണ് തരുന്നത്. സോ അതുകൊണ്ടായിരിക്കുന്നത് തോന്നുന്നു എന്തോ. പക്ഷെ വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല. മഹേഷ് നാരായണൻ ആയതുകൊണ്ടാണ് ഒരു വിശ്വാസം. പുള്ളി ഇങ്ങനെ വലിയ ഹൈപ്പിൽ, കാരണം ഹൈപ്പ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പ് വേണ്ട, പക്ഷെ ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന് എല്ലാവരും അറിയണ്ടേ, അത് വേണ്ടേ. ഹൈപ്പ് പറഞ്ഞപ്പോൾ മറ്റേ എമ്പുരാൻ മറ്റേ പോലത്തെ അങ്ങനത്തെ ഹൈപ്പൊന്നും വേണ്ട. അത് ആക്ച്വലി അതിനെ ദോഷമായിട്ട് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കുള്ളൂ. മഹേഷ് നാരായണൻ്റെ സിനിമകൾ അങ്ങനൊരു പുള്ളി മാസമൊക്കെ നൈസായിട്ട് കാണിക്കും, പക്ഷെ എന്നാലും ഒരു എന്താ പറയുക മറ്റേ മാസമായിട്ട് മുണ്ട് മടക്കി കുത്തുക മറ്റേ അങ്ങനത്തെ മാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് ഹൈപ്പൊക്കെ കയറ്റി അത് നോക്കി പോയി കഴിഞ്ഞാൽ ഇതെന്ത് സിനിമയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ കുറച്ചൊരു അറിയണ്ടേ. ഒരു ടീസർ ഇറക്കിയത് ഒരു അബദ്ധ സാധനം, എന്താണെന്നറിയില്ല. സോ അതാണ് പേട്രിയറ്റിൻ്റെ കാര്യം. ഏപ്രിൽ 23 ഇറങ്ങുന്നുണ്ട്. ഇനി അടുത്തത് ഒരു വിചിത്രമായ ഒരു സംഭവം കണ്ടത്, സ്പാ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബ്രിഡ്ജ് എൻ്റെ സിനിമയില്ലേ, അതിപ്പോൾ തിയേറ്ററൊക്കെ കഴിഞ്ഞു, തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ട്രെയിലർ ഇറക്കിയിരിക്കുക. എന്തിനാണ് അത് ചോദിക്കുന്നത്? സിനിമ ഇറങ്ങുമ്പോഴോ സിനിമയ്ക്ക് മുന്നേ ട്രെയിലർ ഇല്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നൊക്കെ പോയിട്ട് ട്രെയിലർ ഇറക്കിയേക്കുക യൂട്യൂബിൽ. OTT ട്രെയിലർ കൂടെ അല്ല, വെറുതെ ഒരു ട്രെയിലർ. അറിയില്ല. അടുത്തൊരു കിടിലൻ ന്യൂസ്, ഹീറ്റ് 2ൻ്റെ കാസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കിടിലൻ ഒരു ഹൈസ്റ്റ് മൂവിയാണ്. ഒരു ബാങ്ക് റോബറി ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോറിയാണ്. അതിൽ മെയിൻ കാസ്റ്റായിട്ട് അന്ന് അഭിനയിച്ചത്
പണ്ടത്തെ കാലത്ത് അഭിനയിച്ചത് അൽപാച്ചിനോവും റോബർട്ട് ഡിനീറോ ആണ്. റോബർട്ട് ഡിനീറോ അതിൽ കള്ളനാണ്. കള്ളനാണ്. അൽപച്ചിനോ പോലീസാണ്. അപ്പോൾ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ശരിയായൊരു ഷൂട്ട് ഔട്ട് സീനൊക്കെ ഉണ്ട്, ശരിയായൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്. ക്രൈം ഡ്രാമ എന്ന് പറഞ്ഞാൽ അതാണ്, ക്രൈം ഡ്രാമ അറ്റ് ഇറ്റ്സ് പീക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഹീറ്റ് 2 മൈക്കൽ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് അത് എടുത്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇപ്പോൾ ഹീറ്റ് 2 എടുക്കുന്നത്. കാസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കാപ്രിയോ, ക്രിസ്റ്റ്യൻ ബെയിൽ. അതേത് സാധനം, ശരിയായ കാസ്റ്റിംഗ്. പണ്ട് അൽപച്ചിനോ റോബർട്ട് ഡിനീറോ ചെയ്തത് ഇപ്പോൾ ഡിക്കാപ്രിയോവും ക്രിസ്റ്റ്യൻ ബെയിലും. എനിക്കെങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കാപ്രിയോ ഷുഡ് ഡു കള്ളൻ. ഡിക്കാപ്രിയോ വിൽ ഡു എ നൈസ് കള്ളൻ. ബാങ്ക് റോബറി. ഈ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലൊക്കെ ഒരു വെപ്രാളം പിടിച്ചിട്ടൊരു അഭിനയമുണ്ട് പുള്ളിയുടെ. ഇപ്പം അതിപ്പോൾ ശരിയായ ഒരു സാധനം ഉണ്ടായില്ല. ആ ഒരു സംഭവം ഈ ബാങ്ക് റോബറിക്ക് അതാണല്ലോ വേണ്ടത്. ഈ ആകെ ടെൻഷൻ അടിച്ച സീന്. പോലീസിന് പിന്നെ കാമായിട്ടുള്ള പോയിട്ട് പിടിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നത് ഡിക്കാപ്രിയോ ആയിരിക്കും കള്ളൻ, അല്ലെ ബാങ്ക് റോബറി ചെയ്യുന്ന ആൾ. ക്രിസ്റ്റ്യൻ ബെയിൽ പിടിക്കാൻ വരുന്ന പോലീസാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ലെറ്റ്സ് സീ. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ അവാർഡ് സീസണിലോട്ട് കടക്കുകയാണ്. ഈ മാസം 20-ാം തീയതിയോ 20 സംതിങ് ആണ് ഓസ്കർ വരുന്നത്. ബാഫ്റ്റ, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഓസ്കർ പോലത്തെ പരിപാടി കഴിഞ്ഞു. അതിലൊരു സർപ്രൈസ് വന്നത് ടിമോത്തി ഷാലമയും ഡിക്കാപ്രിയോ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും ടിമോത്തി ഷാലമയ്ക്ക് മാർട്ടി സുപ്രീമോ, ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും ബെസ്റ്റ് ആക്ടർ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരുന്നത്. പക്ഷെ കിട്ടിയത് റോബർട്ട് ആരമയോ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ആക്ടറിനാണ്. ഐസ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ആ സിനിമയൊന്നും ഇവിടെ ഇറങ്ങിയാലേ അത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു ബുങ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സിനിമ മണിപ്പൂരിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവി അവർ എടുത്തിട്ട് ആ സിനിമയ്ക്കാണ് ബെസ്റ്റ് കുട്ടികളുടെ സിനിമ എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത്, ബെസ്റ്റ് മൂവി. അതും കാണാൻ വഴിയില്ല. ഇങ്ങനത്തെ കാണാൻ വഴിയില്ലാത്ത കുറേ സിനിമകൾക്കാണ് എപ്പോഴും അവാർഡ് കിട്ടുക. ഐസ് ഫയറൊന്നും ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. പിന്നെ ഈ വീക്കിൽ ഒരു അപ്രിഷിയേഷൻ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് അനിരുദ്ധ് രവിചന്ദ്രൻ. എൻ്റെ ആശാന് കഴിഞ്ഞ ആഴ്ചയാണ് രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും ഒരു റെട്രോ മ്യൂസിക്കൊക്കെ ഇട്ട് ഒരു വൈറൽ സാധനം ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ഷെയർ എന്ന് പറഞ്ഞിട്ട് ഞാനിൻ്റെ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഓഗസ്റ്റിലാണ് റിലീസ്. അതിൻ്റെ ഒരു പാട്ട് ഇറക്കിയിട്ട് മോനെ എൻ്റെ ഫീഡ് മുഴുവൻ കത്തിച്ചു എന്ന് പറഞ്ഞാൽ അമ്മാതിരി വൈറൽ. അപ്പോൾ ഇതിന് മുന്നേ അല്ലു അർജുൻ്റെ 23 അതിലെ റാപ്പും ഒരു ആ സാധനം, പിന്നെ തലൈവർ 173ൻ്റെ ഒരു ചെറിയൊരു സാധനം. അതൊരു ശരിയായ സാധനം. അതൊരു എന്താ പറയുക, അത് ആകെ കുറച്ചേ ഉള്ളൂ, ഒരു 10-20 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ അങ്ങനത്തെ സാധനം. പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ, അരസന, വെട്രിമാരൻ്റെ അരസൻ എന്നല്ല എൻ്റെ പേര്, ശംഭുവിൻ്റെ അത്. അപ്പോൾ അങ്ങനെ ഒരു ലോഡ് അതും വൈറൽ, അങ്ങനെ വൈറലാണ്. തൊട്ട വൈറൽ ആവുന്ന സീനാണ് അനിരുദ്ധിൻ്റെ. സമ്മതിച്ചു, ഇത്രയും പ്രോജക്ട്സ് ചെയ്ത് അത് ഇത്രയും ഇമാതിരി വൈറലാക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. സോ അനിരുദ്ധ് ഡിസേർവ്സ് എ നമിക്കൽ. സോ ന്യൂസുകളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഏതൊക്കെയാണ്, ഇനി ഒരുപാട് സിനിമയൊന്നും വരാനില്ല, ആക്ച്വലി ഉള്ളത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് മൂവി ഈ ഒരു 3 മാസത്തിലെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്വാർട്ടറിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് മൂവി എന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 20-ാം തീയതി ഇറങ്ങുന്ന പ്രൊജക്റ്റ് ഹെയിൽ മേരിയാണ്. നിങ്ങൾ ഇതൊന്ന് എന്താ പറയുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഐമാക്സിൽ പോയി കാണാം. ഐമാക്സ് മെറ്റീരിയൽ സിനിമയാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിയായ സിനിമ.
അതിൻ്റെ പ്രീമിയർ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഈ ക്രിറ്റിക്സ് പോലത്തെ ആൾക്കാരും പിന്നെ ഈ അമേരിക്കയിലുള്ള ഈ സോഷ്യൽ മീഡിയ ടീംസിനെയൊക്കെ ഇവർ വിളിക്കും. അപ്പോൾ അവരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ റിവ്യൂ ആയിട്ട് പറയാം. സോ അവരൊക്കെ പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഇതൊരു ബുക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബുക്ക് വായിച്ചിരിക്കുന്നവരും തള്ളിമറിക്കുന്നുണ്ട്, സിനിമ പ്രീമിയർ ഷോ കണ്ടവരും തള്ളിമറിക്കുന്നുണ്ട്, മൊത്തത്തിൽ ട്രെയിലർ കണ്ടവരും തള്ളിമറിക്കുന്നുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ എപ്പിസോഡിലോ ഏതിലോ ഒന്ന് തള്ളിമറിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്രൊജക്ട് ഹെയിൽ മേരി സംഭവമാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഗെയിം ചേഞ്ചർ എന്നാണ് പറയുന്നത്. ലൈക്ക് ഫോർ സൈഫൈ മൂവീസ് കിട്ടില്ല, സൈഫൈ അറ്റ് ഇറ്റ്സ് പീക്കാണെന്നാണ് പറയുന്നത്. സോ അധികം കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മറ്റേ അണ്ണനും ഒരു റോക്ക് എന്തോ പറഞ്ഞിട്ടൊരു ഇതുപോലത്തെ ഒരു ഏലിയൻ പോലത്തെ ഒരു ജീവി, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ കിടിലനാണ് എന്ന് തോന്നുന്നുണ്ട്, കിടിലനാവുമെന്ന് തോന്നുന്നുണ്ട്. സോ ഐ ആം ഗോയിങ് ഫോർ ഐമാക്സ്. ഇഫ് യു ക്യാൻ യു ഷുഡ് വാച്ച് ഇറ്റ്. അതായത് ഈ മാസം പിന്നെ ഏപ്രിലിൽ സിനിമ വരുന്നതൊക്കെ നമ്മുടെ മലയാള സിനിമ അതൊക്കെയാണ്, ദൃശ്യം അതൊക്കെയാണ് വരുന്നത്. വേറെ ഇപ്പോൾ ഏതാണ് ഐമാക്സ് മെറ്റീരിയൽ വേറെ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല. സോ ദിസ് ഈസ് ദ വൺ, പ്രൊജക്ട് ഹെയിൽ മേരി. ഓക്കെ, ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു മലയാളം സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, റോസ്ലി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ആപ്പിൾ ടി വിയിൽ മൊണാർക്കിൻ്റെ സെക്കൻഡ് സീസൺ ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉള്ള സാധനം. ജിയോ ഹോട്ട്സ്റ്റാറിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ ആൻഡ് ഇറങ്ങിയിട്ട് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ സ്ട്രീം ഇറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ആഴ്ച ഇറങ്ങിയിരിക്കുന്നത്. വേറൊന്നുമില്ല. തിയേറ്റർ സിനിമ അടുത്ത ആഴ്ച ഉണ്ടോ? ഐ ഡോണ്ട് നോ. ഇല്ല, കുറേ റിലീസൊക്കെ കണ്ട് ബുക്ക് മൈ ഷോയിൽ, അല്ലാണ്ട് സിനിമ കമിൻ സൂണോ ഒന്നും കാണാനില്ല. പരീക്ഷയും പിന്നെ എന്തൊക്കെയോ മറ്റേ നോമ്പും സംഭവമൊക്കെ അല്ല, അത് കൊടുക്കാനുണ്ടാണോ. ഇനി എല്ലാം കൊണ്ട് ഒരു സമയത്ത് ഇറക്കും. അപ്പോൾ തിയേറ്ററും ഉണ്ടാവില്ല. മര്യാദയ്ക്ക് സിനിമ ആണെങ്കിൽ ഇനി 50 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. ഏതവിടെ നിന്ന് കയറണേ. അപ്പോൾ ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നു. സീ യു നെക്സ്റ്റ് വീക്ക്.